പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിലെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സും ഇതിനുശേഷം വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ ഒരു 90% എബോവ് നമുക്ക് ആ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്തുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂളാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ തേർഡ് മൊഡ്യൂളാണ്. അതിൽ ഫോർത്താണ് കാണിച്ചത്. തേർഡ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അല്ലെ, ഡിപ്ലോമയുടെ 2021 സ്കീം പ്രകാരം നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ മതി. പിന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. 7 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. മൊത്തം നമുക്ക് 42 മാർക്ക് ഒന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 42 9 51, പിന്നെ ബാക്കി 8 × 3 24. അപ്പോൾ മൊത്തം 75 മാർക്കാണ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞോളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പ്രത്യേകം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടോ നമ്മൾ പ്രത്യേകം വേറൊരു രീതിയിലുള്ള പഠനത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് സാധാരണയായിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അതിൽ ഓരോ ഒരു മെഷീനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 7 മാർക്കിന് ആ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ അർത്ഥം നമ്മളൊരു തവണ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന ആ ഒരു മുഴുവൻ കാര്യങ്ങൾ നമ്മൾ 7 മാർക്കിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ പഠിച്ചു വെക്കേണ്ടത്. ചിലപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെക്കാനിക്സിനെ കുറിച്ചൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാവുമ്പോൾ എന്തായിരിക്കും, മിക്കവാറും അതിലൊരു ഫിഗറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും നമുക്ക് എഴുതാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ഫിഗറും അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും വെച്ച് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു 7 മാർക്കിന് പഠിച്ചു വെച്ചാൽ, അതായത് 7 മാർക്കിന് എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് അതിൽ ചോദിക്കുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഡാഷ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം ദ എക്സിറ്റ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് തേർഡ് മൊഡ്യൂളിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് തേർഡ് മൊഡ്യൂൾ പഠിക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്, നിങ്ങൾക്കൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്, ഒരിക്കലും ചിലപ്പോൾ അതിൻ്റെ ആൻസർ പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ അറിയാവുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 1 മാർക്കിന് പ്രീവിയസ് 2 വർഷങ്ങളിൽ ഏപ്രിൽ 2024 അതുപോലെ തന്നെ ഏപ്രിൽ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്തുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ തേർഡ് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ 7 മാർക്കിന് എങ്ങനെയാണോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ മനസ്സിലാക്കി വെക്കേണ്ടത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്കിൻ്റെ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് ഞാൻ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ബാക്കി 1 മാർക്കിൻ്റെ നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും, അതായത് ചില കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ശരിക്കും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിന് ചോദിക്കുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് അല്ലേ, ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഈ 2 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്, പിന്നെ ഈ 3, 4, 5 മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിന് 2
ഒരു മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആയ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് അവിടെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് മിനിമം 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തേർഡ് മൊഡ്യൂൾ ഉണ്ടായിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തേർഡ് മൊഡ്യൂൾ മാത്രമല്ല എല്ലാ മൊഡ്യൂൾസിലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. ചെറിയ വേരിയേഷൻസ് ഇങ്ങനെ ഇതേപോലെ ചിലപ്പോൾ ചില മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചില മൊഡ്യൂളിൽ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അതേപോലെ താഴെ കാണുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഞാൻ ഗ്രീനായിട്ട് കാണിച്ചുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും റെഡിൽ കാണിച്ചുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ തേർഡ് മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഓരോന്നും വായിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പ്രത്യേകിച്ച് ആ ഒരു സബ്ജക്റ്റുമായിട്ട് കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഈ ഒരു സെമസ്റ്റർ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ടച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ചിലപ്പം കറക്റ്റ് ആൻസർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അത്യാവശ്യം ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും അതിലെ ആൻസർ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. നിങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ഇരുന്ന് പഠിക്കുന്നതിനുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കേട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ഫോർവേഡ് അടിക്കാനോ ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിനെ അപേക്ഷിച്ചാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞല്ലോ നമ്മളെ ഒരു ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ തേർഡ് മൊഡ്യൂളാണ് കേട്ടോ. ഹെഡിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. തേർഡ് മൊഡ്യൂളിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ ജസ്റ്റ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യനും ഈ 2 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഈ 2 ക്വസ്റ്റ്യനും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇത് മൊത്തം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. അല്ല, അതിൻ്റെ അർത്ഥം തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഇതൊന്ന് 7 മാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ 2 ചോയ്സിൽ നമുക്ക് ഇതൊന്ന് 7 സ്കോർ ചെയ്യാൻ പറ്റും. അതിനർത്ഥം മൊത്തം 7 7 14 മാർക്കാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സെയിം മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വരുന്നു, ഇതൊന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും 7 മാർക്കിന്, ഇതൊന്ന് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം 7 മാർക്ക്. അതിൻ്റെ അർത്ഥം ഇവിടെയും നമുക്ക് 14 മാർക്ക്. ആലോചിച്ച് നോക്കുക, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് 14 മാർക്കിന് ചോദിച്ചു. പ്ലസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അഥവാ 2 ക്വസ്റ്റ്യൻ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും 2 × 3 6 14 6 20 പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാർക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം ആഡ് നോക്കുക, 14 6 22 മാർക്കിനെ നമുക്ക് ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മിനിമം ചെയ്ത് നോക്കുകയാണെങ്കിൽ 14 മാർക്ക് എന്തായാലും ഷുവറാണ്. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് 2 അറ്റൻഡ് ചെയ്യണ്ടാവും. 14 മാർക്ക് ഷുവറാണ്, അതിൽ വ്യത്യാസമില്ല. ഇനി 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചു വരയ്ക്കാൻ നമുക്ക് 3 മാർക്ക് കിട്ടി. 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനെ ചോദിച്ചു വരയ്ക്കുക, 2 മാർക്ക് കിട്ടി. 14 3 17 17 2 19. ഓക്കെ, അതിനർത്ഥം ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഏതൊരു മൊഡ്യൂളിൽ നമുക്ക് 19ൻ്റെയും അല്ലെങ്കിൽ 22ൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്കോർ നമുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അത്രയും മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ഉണ്ടാവുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മിനിമം നമുക്കൊരു 19 മാർക്കെങ്കിലും എന്ത് ചെയ്യുക, ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. എല്ലാ മൊഡ്യൂളിലും 19 മാർക്ക് ഉണ്ടായിരിക്കില്ല ഒരു പക്ഷേ, കാരണം 4 മൊഡ്യൂളിലാണ്. 4 × 19 എന്താവും, നമുക്ക് 75 മാർക്കിനും അധികം പോകും അല്ലേ. 4 × 20 80 76 മാർക്കോ. അപ്പം മിനിമം 19 മാർക്ക് 18 മാർക്ക് ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സും ചിലപ്പോൾ ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് ചിലപ്പോൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആകില്ല. ചിലപ്പോൾ 1 2 ക്ലാസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ മിനിമം ഒരു മണിക്കൂറിൻ്റെ 2 ക്ലാസ്സെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോഴായിരിക്കും ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നുണ്ടായിരിക്കാം. അതിൽ തന്നെ നമുക്ക് എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സിമം സ്കോർ നഷ്ടപ്പെടാണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്കും നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പം പരിചയമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്കുകളല്ല. പക്ഷേ നമ്മൾ ക്ലാസ് കണ്ടതിന് ശേഷം എന്തായിരിക്കും നമുക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഇത്രയും ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് തോന്നിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് കൃത്യമായിട്ട് ചെയ്യാം, കണ്ട് മനസ്സിലാക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ പ്രയോഗിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാർഡ് വർക്കും ഉണ്ട് സ്മാർട്ട് വർക്കും ഉണ്ട് അല്ലേ.
എന്നാലും നമ്മൾ ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഹാർഡ് വർക്കിന് പുറമെ നമ്മൾ എന്താണ് ഹാർഡ് വർക്ക് അല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, അവിടെ നമ്മൾ സ്മാർട്ട് വർക്കായിരിക്കും ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശരിക്കും സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരു 4 മാസം ഇരുന്ന് പഠിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമിൻ്റെ 1-2 ദിവസം മുന്നേ എന്ത് ചെയ്യാണ്, നിങ്ങൾ സ്മാർട്ട് വർക്കിലാണ് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഹാർഡ് വർക്കല്ല, ഒരുപാട് സമയത്തല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറഞ്ഞ സമയം കൂടുതൽ മാർക്ക് ആ സബ്ജക്റ്റ് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല സ്കോർ നേടാൻ പറ്റുക. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഹാർഡ് വർക്കല്ല ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സ്മാർട്ട് വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഹെഡിങ് നോക്കുക, നെവർ സ്കിപ്പ് ദീസ് ടോപ്പിക്സ്. ഓക്കെ, എന്ത് ചെയ്യാൻ പാടില്ല, താഴെ കാണിച്ചിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും തേർഡ് മോഡ്യൂൾ പഠിക്കുമ്പോൾ സ്കിപ്പാക്കി പോകാൻ പാടില്ല. ഓക്കെ, അതിൽ ഓരോ ടോപ്പിക് പറയുന്നത് ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്, പിന്നെ ഒരു 3 ടർബൈൻസ് വരുന്നുണ്ട്. ഒന്നിൻ്റെ പേര് പെൽട്ടൺ ടർബൈന്, ഒന്ന് ഫ്രാൻസിസ് ടർബൈന്, ഒന്ന് കപ്ലാൻ ടർബൈനും, പിന്നെ വരുന്ന ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും തേർഡ് മോഡ്യൂൾ പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 19ൻ്റെയും 22ൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്കോർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഓർന്ന് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ മിക്കവാറും എല്ലാ മൊഡ്യൂളിലും അങ്ങനെ തന്നെയാണ്. തേർഡ് മൊഡ്യൂളിൽ ടോപ്പിക്കുകൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂള്ള ടോപ്പിക്കുകൾ രണ്ടായിട്ടാണ് വരുന്നത്. അതായത് ഒരു പാർട്ട് എ പാർട്ട് ബി അങ്ങനെയല്ല വരുന്നത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ 2 സെക്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു പേര് പറയാം, എ എന്ന് പറയുന്നൊരു സെക്ഷൻ വിചാരിക്കുക, ബി എന്ന് പറയുന്നൊരു സെക്ഷൻ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 99% കേസിലും എന്തായിരിക്കും, ഇത്രയും ടോപ്പിക്ക് ചിലപ്പം എ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഈ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഉൾപ്പെടുത്താം. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എപ്പോഴും എന്തായിരിക്കും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കവിടെ ചോയ്സ് ആയിട്ട് ഓർ എന്ന് പറഞ്ഞിട്ട് താഴെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു 99.99% എന്തായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ എ പോർഷൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ബി പോർഷൻ, അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ബി പോർഷൻ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നും ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നും ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഹാർഡ് വർക്കല്ല. സോ എന്തായിരിക്കും, നിങ്ങൾ ഒന്നെങ്കിൽ ഈ ടോപ്പിക്ക് മാത്രം പഠിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് മാത്രം പഠിക്കുക. പക്ഷെ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്ക് നിങ്ങൾ അതിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്ലൈ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ ആ 19ൻ്റെയും 22ൻ്റെയും ഇടയ്ക്കൊക്കെ ഉള്ള ഒരു മിനിമം സ്കോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ 5 ടോപ്പിക് ഉണ്ട്, എന്നാൽ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഇനിയും ശരിക്കും ആഡ് ചെയ്യേണ്ട. ആഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. അതിൽ ഏകദേശം ഒരു 4 ടൈപ്പ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിലെ ഒരു ഡെറിവേഷൻ പോലത്തെ കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതിൽ തന്നെ 4 ടൈപ്പിലും പ്രോബ്ലംസും ഉണ്ട്. അതായത് ശരിക്കും എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ലെവലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, അവിടെ പ്രോബ്ലംസും കൂടുതൽ വരുന്നുണ്ട്, അവിടെ തിയറീൻ്റെ ഡെറിവേഷൻസും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നാളത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ കൂടെയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവേ അപ്പോൾ എല്ലാവരും ആ ഒരു ഭാഗം സ്കിപ്പായിട്ട് തിയറി പോർഷൻസാണ് പഠിക്കാറുള്ളത്. എന്നാൽ നേരെ തിരിഞ്ഞും വരാറുണ്ട് ചില കുട്ടികളൊക്കെ. ഇപ്പം എൻ്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യം കൂടുതൽ മാത്സിനോടാണ്, പ്രോബ്ലമാറ്റിക്കിനോടാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ വളരെ വളരെ കുറവെന്ന് പറഞ്ഞാൽ മറ്റവരെ അപേക്ഷിച്ച് തിയറി പോർഷൻസ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ അപേക്ഷിച്ച് ആ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻസ് ഒക്കെ പഠിച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് വെക്കാൻ താല്പര്യമുള്ള ആളുകൾ പൊതുവേ കുറവാണ്. അപ്പോൾ മെജോറിറ്റി ആളുകൾ തിയറി ടോപ്പിക്ക് താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ പോർഷൻസ് പഠിച്ചാൽ മതിയായിരിക്കും. ഈ പോർഷൻസ് എന്ത് ചെയ്യാത്ത എവിടെ മുതൽ നിങ്ങൾ ഈ പോർഷൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 19ൻ്റെയും 22ൻ്റെയും ഇടയ്ക്കുള്ള നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് സ്കോർ എടുത്തിട്ട് നല്ല ഗ്രേഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ തൽക്കാലം ഈ ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ ഹാർഡ് വർക്കല്ല, നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ച് നമ്മൾ ഒരു സയൻറ്റിസ്റ്റ് ലെവലിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവല്ല. പകരം എന്ത് ചെയ്യാണ്, ആ എക്സാമിൽ നമുക്ക് മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാം, നമ്മൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യാണ്, നമുക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട്. അതുപോലെ ഈ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഈ പി ടിയിലെ മെജോറിറ്റി ഭാഗങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളിലും കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ നോട്ട്സൊക്കെ. അതിൻ്റെ താഴ്ന്ന് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് സലീം സാറാണ്, ഓക്കെ, ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കേരള കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് അവിടെ വർക്ക് ചെയ്യുന്ന സലീം സാർ PPT ആണ്. നല്ലൊരു PPT ആണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ PPT ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു താങ്ക്സ് കാർഡ് കൊടുത്തുള്ളത്. സോ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന നിങ്ങളുടെ സിലബസിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നമുക്കിനി ഞാൻ പറഞ്ഞ പോലെ ഈ അദ്ദേഹം ഉണ്ടാക്കിയ PPTയിൽ തുടക്കത്തിൽ വരുന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ സിലബസിൻ്റെ ഓർഡർ പ്രകാരം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സ്കിപ്പാക്കാൻ പോകുന്ന ടോപ്പിക്കല്ലേ, താഴെ കാണുന്ന ഈ ടോപ്പിക്കാണ് നമുക്ക് ആ PPTയിൽ ഫസ്റ്റ് വരുന്നത്. നമ്മൾ തൽക്കാലം എന്ത് ചെയ്യണം, ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾ സ്കിപ്പാക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഇതിൽ ചെറിയ ചെറിയ ഡെറിവേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ലൈനിൽ ഞാൻ ആ ടോപ്പിക്ക് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ കുറേ കേസുകൾ വരുന്നുണ്ട്. ഇത്രയും കേസ് നമുക്ക് പഠിച്ചിട്ട് ഇതിൽ ഓരോന്നും വെർട്ടിക്കലും ഇൻക്ലൈൻഡും കേർഡൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് തന്നെ മൂവിങ് പ്ലേറ്റും അതുപോലെ സ്റ്റേഷനറി പ്ലേറ്റിനൊക്കെ കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിൽ വലിയൊരു ടോപ്പിക്കാണ്. കൂടാതെ ഇൻഡിക്കേഷൻസ് ഒക്കെ പഠിച്ച് നമുക്കിൽ പ്രോബ്ലം സോൾവിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ താരതമ്യേന ആ തിയറി പോർഷൻസ് ആയിരിക്കും പൊതുവെ മെജോറിറ്റി ആളുകൾക്ക് എളുപ്പമുണ്ടായിരിക്കാം. ഓക്കെ, നോക്കുക, ഇതൊക്കെയാണ് നമ്മൾ സ്കിപ്പാക്കുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതായിരിക്കാം. ഇതെല്ലാം നമ്മുടെ സാറ് ഉണ്ടാക്കിയുള്ള PPTയിലെ നോട്ട്സാണ്. വലിയൊരു ഏരിയ ആണ് നമ്മൾ സ്കിപ്പാക്കിയുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യുന്നത്. പ്രോബ്ലമൊക്കെ നോക്കുക, നമ്മൾ ബ്ലേഡൊക്കെ വരച്ച് അതിൽ മെയിൻ വെലോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പാക്കിയുള്ളത്. പഠിപ്പിക്കാനും സമയം അധികം ആവശ്യമുള്ള ഭാഗങ്ങളാണ്. സോ അതിൻ്റെ മൊത്തത്തിലുള്ള നമ്മൾ പഠിക്കാനുള്ള ഇക്വേഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക. ഓരോ കേസിൽ വരുന്ന ഓരോരോ ഇക്വേഷൻസ് വരുന്നുണ്ട്. കുറേ ടൈപ്പ് ഇക്വേഷൻ, കുറേ തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഏകദേശം 6 ടൈപ്പ് ഇക്വേഷൻസ് വരുന്നുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം മിക്കവാറും പഠിച്ചു വെക്കേണ്ടി വരും. സോ ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ആ ഒരു മൊഡ്യൂളിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ പോർഷനായിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കേണ്ട ഭാഗം ഇവിടുന്ന് അങ്ങോട്ടുള്ള സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു സംഭവമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, നമുക്കറിയാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ആണ്. നമ്മൾ വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു പ്ലാന്റാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാന്റാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഡാമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പല ഡാമുകളും നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറാണ്. ഓക്കെ, ഇതൊരു ഡയഗ്രാമാണ്. നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഡയഗ്രാമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് കാര്യങ്ങളായിരിക്കും അതിൽ ഉണ്ടായിരിക്കും. ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ ഇവിടെ ഡാം കാണിച്ചിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ലോജിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ ഓൾറെഡി മിക്കവാറും എല്ലാവരും ഡാം സന്ദർശിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നമുക്കറിയാം ഡാമിൻ്റെ ഒരു വശത്തെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം റിസർവ് ചെയ്യുന്ന റിസർവർ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു പുഴയ്ക്ക് കുറുകയൊക്കെ ആയിരിക്കും ഡാം പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ഭാഗത്ത് മൊത്തം വെള്ളമായിരിക്കും സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. എന്ത് ചെയ്യും, ആ സംഭരിച്ച് വെച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെൻ സ്റ്റോക്ക് വഴി, ഇവിടെ കാണുന്ന പോലെ ഇവിടെ പെൻ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു പെൻ സ്റ്റോക്ക് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടർബൈൻ്റെ മേലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഫ്ലോ ചെയ്യിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയും ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടർബൈൻ്റെ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ജനറേറ്ററിൻ്റെ മേലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റർ റൊട്ടേറ്റ് ആവുകയും നമുക്കറിയാം ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ EMF അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് എന്ത് ചെയ്യാം, ആ കറണ്ട് നമുക്ക് ഇതേപോലെ ട്രാൻസ്മിഷൻ ലൈൻ വഴി നമുക്ക് നമ്മുടെ പബ്ലിക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യാനുസരണം നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. അതായത് ഇവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് റിസർവോയർ, അല്ലെങ്കിൽ ഇവിടെ ഡാം കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഗേറ്റ് വാൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡാമിലെ വെള്ളത്തിന് പെൻസ്റ്റോക്കിലേക്ക്
കൺട്രോൾ ചെയ്യാനുള്ള ഒരു വാൾവാണ് ഗേറ്റ് വാൾവും. പിന്നെ പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെങ്തി പൈപ്പാണ്, നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ഡാമിൽ നിന്ന് താഴേക്ക് കൊടുക്കുന്ന പൈപ്പാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു സർജ് ടാങ്ക് ഉണ്ട്, നമുക്ക് സർജ് ടാങ്ക് എന്നുള്ള വഴിയെ പഠിക്കാം. പിന്നെ ഇവിടെ ടർബൈനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇൻലെറ്റ് വാൾവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടർബൈനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും, ഇതിൻ്റെ ബാക്കി ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ ടർബൈൻ്റെ ഷാഫ്റ്റ് നമ്മൾ കണ്ടതിൻ്റെയൊക്കെ ജനറേറ്ററിനകത്തേക്കായിരിക്കും. ഇവിടെ ജനറേറ്റർ റൂമുണ്ട്, പിന്നെ അതിന് കൺട്രോൾ റൂം, പിന്നെ ജനറേറ്റർ റൂമിൽ നിന്നും എന്തെങ്കിലും ഇലക്ട്രിസിറ്റി നമുക്ക് സപ്ലൈ ചെയ്യിക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കൊടുക്കാനുള്ള ഒരു ട്രാൻസ്ഫോമർ റൂമും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഒരു ഡയഗ്രം ഒന്ന് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു പക്ഷേ ഈ ഒരു ടൈപ്പ് ചിലപ്പം ഫിഗർ മാത്രം ചിലപ്പം വരയ്ക്കാൻ പറയും. ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ഈ ഫിഗർ മാത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ഫിഗർ മാത്രം വരയ്ക്കാൻ വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ജനറേറ്റർ റൂമും കൺട്രോൾ റൂമും ട്രാൻസ്മിഷൻ ലൈനൊന്നും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഈ ഡാമും ഗേറ്റ് വാൾവും പെൻ സ്റ്റോക്കും സർജ് ടാങ്കും പിന്നെ ടർബൈനും ജസ്റ്റ് ജനറേറ്ററും വരെ കാണിച്ചാൽ മതിയും. ബാക്കിയുള്ള എന്താ പറയുക, ഈ കാണുന്ന പോലെ ഈ ട്രാൻസ്മിഷൻ ലൈനും അതൊന്നും നമ്മൾ കാണിക്കാൻ ആവശ്യമില്ല. ജസ്റ്റ് എന്തെങ്കിലും ജനറേറ്റർ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഇപ്പോൾ എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് അതനുസരിച്ച് എന്തെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഒരുപാട് സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾ 7 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ എല്ലാ ഭാഗങ്ങളും വരയ്ക്കാം. ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, അത്യാവശ്യം പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് മാക്സിമം 7 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇനി ഇതിൽ നമ്മൾ ഓരോരോ ഭാഗം ഒന്ന് ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. അതായത് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്ന ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഹോൾ ഏരിയ ബിഹൈൻഡ് ദ ഡാം. ഡാമിന് ബിഹൈൻഡ് ആയിട്ടുള്ള ആ മൊത്തം ഏരിയ നമ്മൾ ജസ്റ്റ് ക്യാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ആ വാട്ടറിന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന വാട്ടറിനെ കളക്ട് ചെയ്യുന്ന ആ ഡാമിന് അക്രോസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസർവോയർ എന്നാൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് റിസർവോയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാം എന്ന് പറഞ്ഞാൽ പുഴയ്ക്ക് അക്രോസ് ആയിട്ടുള്ള ആ ഒരു ഹൈറ്റിലുള്ള വലിയൊരു നമ്മുടെ എന്താ പറയുക വലിയ വലിയ കോൺക്രീറ്റ് കൊണ്ടും അല്ലെങ്കിൽ ബ്രിക്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയുള്ള വലിയ സ്ട്രെങ്ത് കൂടിയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. ഇപ്പം പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പാണല്ലേ. ഇറ്റ് ഈസ് ദർ ആർ പാസേജസ് ഓർ പൈപ്സ് ത്രൂ വിച്ച് വാട്ടർ ഈസ് കൺവേർട്ട് ടു ദ ടർബൈൻ. ടർബൈനിലേക്ക് ആ ഒരു വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ആ പൈപ്പാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജ് ടാങ്കിനെ കുറിച്ച് പറഞ്ഞു. സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇറ്റ് ഈസ് എ സ്മോൾ റിസർവോയർ ഇൻ വിച്ച് വാട്ടർ ലെവൽ റൈസസ് ഓർ ഫാൾസ് ടു റെഡ്യൂസ് ദ പ്രഷർ വേരിയേഷൻസ് ഇൻ എ പെൻ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ പെൻ സ്റ്റോക്കിൽ എന്തായിരിക്കും, ആ ഒരു വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നതും ഫാൾ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു വാട്ടർ ഹാമറിങ് എഫക്റ്റിനെ എന്ത് ചെയ്യിക്കാനല്ല, അതിനെ മാക്സിമം ഇല്ലായ്മ ചെയ്യിക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യിക്കാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സർജ് ടാങ്ക് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ എപ്പോഴും നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ 7 മാർക്കിന് ആ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനോ അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഡാമിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിന് ഫിഗർ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ 3 മാർക്ക് ചോദിച്ചാൽ നമുക്ക് 3 മാർക്കിന് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതനുസരിച്ച് നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റും. അഥവാ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം എന്താണ് അത്, വാട്ടർ ഹാമറിങ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് സർജ് ടാങ്ക് എന്ന് പറയാൻ പറ്റണം. അതാണ് പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് 1 മാർക്ക് എന്ത് ചെയ്യാം, സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ആൻസർ പറയാൻ പറ്റണം. അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫിഗറിൻ്റെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ടർബൈൻ്റെ താഴേക്ക് വരുന്ന ഒരു ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള ഭാഗമാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ടർബൈൻ്റെ നമ്മൾ വഴിയെ ടർബൈൻ്റെ വർക്കിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ടർബൈൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ടർബൈൻ്റെ എക്സിറ്റിലുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ ടർബൈൻ്റെ എക്സിറ്റിലുള്ള വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ലോവർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ റിയാക്ഷൻ ടർബൈൻസിൽ നമ്മൾ ആ ഒരു വാട്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് പ്രഷർ വളരെ കുറവായിരിക്കും, ലോവർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന കേസിൽ ഇവിടുന്ന് താഴേക്ക് വാട്ടർ ഒഴുകി പോകാത്തൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ
ആ ഒരു ടെൻഡൻസിയെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ആ വാട്ടറിൻ്റെ പ്രഷർ കൂട്ടാനുള്ള ഒരു ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള ആ ഒരു പൈപ്പ് അല്ലെങ്കിൽ ആ ക്രോസ് സെക്ഷൻ ഓഫ് ഇതിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നുണ്ടായിരിക്കും. അതിൽ കുറച്ച് ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ ഡൈവേർജിങ് പാസേജ് കണക്റ്റിംഗ് ദ ടർബൈൻ ഔട്ട്ലെറ്റ് വിത്ത് ദ ടെയിൽ റൈസ്. അപ്പോൾ ടെയിൽ റൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഡൈവേർജിങ് ആ ഒരു ഏരിയ കൂടി വരുന്ന ആ ഒരു പാസേജ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് പവർ ഹൗസും പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ജസ്റ്റ് നിങ്ങൾ പോയിൻറ്റ്സും ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പവർ ഹൗസ് പറയുമ്പോൾ നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെയും ആ സിസ്റ്റമൊക്കെ ഉള്ള ഭാഗമാണ് പവർ ഹൗസ്. പിന്നെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ടൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, നമുക്ക് അവിടെ കിട്ടുന്ന വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും, അതുപോലെ തന്നെ ആ ജനറേറ്ററിൽ നിന്നും അവിടെ നിന്ന് ഒരു സ്വിച്ച് ഗിയർ മെക്കാനിക്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് സ്പിൽവേസ് ആണ്. സ്പിൽവേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പവർ ഹൗസിലേക്ക് വെള്ളം അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യിക്കാണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന മറ്റൊരു പാത്താണ് ഈ സ്പിൽവേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി കോമൺ ആയിട്ട് കേൾക്കുന്ന ഓരോ ടേംസ് തന്നെയാണ്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വർക്കിംഗ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ 7 മാർക്കിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക, ഫിഗർ വരയ്ക്കുക, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും മാർക്ക് അനുസരിച്ച് മാത്രം ചെയ്യാം. അപ്പം മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ പറയുന്ന ഓരോ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, സർജ് ടാങ്ക് നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 2 ക്വസ്റ്റ്യനൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി നോക്കുക, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലെ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കാണുന്ന നോട്ട്സെല്ലാം നിങ്ങൾ വായിച്ചു നോക്കട്ടെ. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എല്ലാം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ വാട്ടർ നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമ്മൾ ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ ഒരു ഇൻടേക്ക്, ആ ഒരു വാട്ടർ ഇൻടേക്ക് വരുന്ന സമയത്ത് ഒരു റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ വാട്ടർ ടർബൈൻസ് എന്ന് പറയുന്നത്. നമുക്കതിനെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ടർബൈൻസ് വിളിക്കാൻ പറ്റും. ഓക്കെ, അതായത് വിച്ച് കൺവേർട്സ് ദ ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഓക്കെ, ആ ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ആ ഒരു ഡിവൈസാണ് വാട്ടർ ടർബൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പമ്പും ഹൈഡ്രോളിക് മെഷീനാണ്. നമുക്കറിയാം പമ്പിൻ്റെ മെഷീൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ എന്താക്കി മാറ്റും, ഹൈഡ്രോളിക് എനർജിയാക്കി. ഇവിടെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റും, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജിയെ നമുക്ക് മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയാൻ പറ്റും. പിന്നെ പറയുന്നത് ടർബൈൻസ് അല്ലെങ്കിൽ വാട്ടർ ടർബൈൻസ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹൈഡ്രോളിക് മെഷീൻ വിച്ച് കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് ടർബൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാം, എന്താണ് വാട്ടർ ടർബൈൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ടർബൈൻസ് ആർ ഡിഫൈൻഡ് ആസ് ദ ഹൈഡ്രോളിക് മെഷീൻസ് വിച്ച് കൺവേർട്ട് ഡാഷ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയും ചോദിക്കാം, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഇൻറ്റു ഡാഷ് എനർജിയും ചോദിക്കാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിക്കാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ ഡാഷ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഹൈഡ്രോളിക് ആണ് നമ്മളവിടെ ഫിൽ ചെയ്യേണ്ടത് മനസ്സിലാക്കാം. കാരണം നിങ്ങൾക്ക് നമ്മൾ നേരത്തെ മുന്നേ ക്ലാസ് തുടക്കത്തിലെ പറഞ്ഞ പോലെ നമ്മൾ 7 മാർക്ക് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റും, 3 മാർക്കിൻ്റെ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ രീതി തന്നെ മനസ്സിലാക്കി വെക്കുക ഓരോ പോയിൻറ്റ്സും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടർബൈൻ്റെ കേസിൽ നമുക്ക് ടർബൈന് റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ടായിരിക്കും. റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ റൊട്ടേഷണൽ മോഷൻ നമ്മൾ ഒരു ഷാഫ്റ്റ് വഴി ജനറേറ്ററിൻ്റെ മേലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യം. ഇനി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻസ് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ടർബൈൻസിലെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് ഇവിടെ നോക്കുക. ഇവിടെ 4 കാണിച്ചിട്ടുണ്ട്, 1, 2, 3, 4. അതിൽ ഫസ്റ്റ് വരുന്നത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ്. ഇൻലെറ്റിൽ ഏത് ടൈപ്പ് എനർജിയാണ് കൊടുക്കുന്നതനുസരിച്ച് ഓക്കെ അവിടെ നമുക്ക് 2ആയിട്ട് പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇമ്പൾസ് ടർബൈനും ഉണ്ട്, റിയാക്ഷൻ ടർബൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻലെറ്റിൽ കിട്ടുന്ന എനർജി എങ്ങനത്തെ എനർജിയാണെന്ന് അനുസരിച്ച് ഇമ്പൾസ് ടർബൈനായിട്ടും റിയാക്ഷൻ ടർബൈനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണർ.
റണ്ണർ എന്ന് പറയുന്നത് നമ്മുടെ ടർബൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ടർബൈൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടർബൈൻ്റെ റണ്ണറിൻ്റെ അകത്തേക്കുള്ള ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻസ് വരുന്നുണ്ട്, റേഡിയൽ ഫ്ലോ ടർബൈൻ വരുന്നുണ്ട്, ആക്സിയൽ ഫ്ലോ ടർബൈൻ വരുന്നുണ്ട്, പിന്നെ മിക്സഡ് ഫ്ലോ ടർബൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേംസ് എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന കാരണം ചിലപ്പം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടേംസ് ആണോ വേർഡ്സ് ആണോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഫൈനലി നമ്മൾ അതിൻ്റെ ഓരോ ടർബൈൻ്റെയും വർക്കിംഗ് നമ്മൾ ആ ഫിഗർ വെച്ചും ആനിമേഷൻ വെച്ചും പഠിക്കുന്ന സമയത്ത് നമുക്കെല്ലാം സുപരിചിതമായ ടേംസ് ആയിട്ട് നമുക്ക് മാറിക്കഴിയും. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ അക്കോർഡിംഗ് ടു ദ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ടർബൈൻ. അപ്പോൾ ടർബൈൻ്റെ ഇൻലെറ്റിലേക്ക് എത്തുന്ന വാട്ടറിൻ്റെ ഹെഡ്, ഇപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാട്ടറിൻ്റെ ഹൈറ്റാണ്. എത്രത്തോളം ഹൈറ്റിലാണോ വാട്ടർ ഉള്ളത്, ഡാമിനകത്ത് എത്രത്തോളം ഹൈറ്റിലാണോ വാട്ടർ ഉള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഹെഡിലാണോ വാട്ടർ ഉള്ളത് അനുസരിച്ച് ഹൈ ഹെഡ്, ലോ ഹെഡ്, മീഡിയം ഹെഡ് ഉണ്ട്. ഓക്കെ. അതുപോലെ അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ ടർബൈൻ, ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് അനുസരിച്ചും 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലോ സ്പെസിഫിക് സ്പീഡ്, അതുപോലെ മീഡിയം സ്പെസിഫിക് സ്പീഡ്, ഹൈ സ്പെസിഫിക് സ്പീഡ്. ഓക്കെ. പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 7 മാർക്കിന് പ്രതീക്ഷിക്കാം. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ടർബൈൻ. അപ്പോൾ നമുക്ക് 4 പറയാൻ പറ്റും. ഒന്ന് ടൈപ്പ് ഓഫ് എനർജി, അതിൽ ഇമ്പൾസും റിയാക്ഷനും. രണ്ടാമത്തെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണർ, അല്ലേ, വാട്ടറിൻ്റെ ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ച്, റണ്ണറിനകത്തുള്ള ഡയറക്ഷൻ അനുസരിച്ച് ടാൻജൻഷ്യൽ, ആക്സിയൽ, റേഡിയൽ, മിക്സഡ്. മൂന്നാമത്തത് ഹെഡ് അനുസരിച്ച്, അത് നമുക്ക് ഹൈ, ലോ, മീഡിയം സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. അതുപോലെ സ്പെസിഫിക് സ്പീഡ് അനുസരിച്ച് ഹൈ, ലോ, മീഡിയം നമുക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അധികം കുറച്ച് സ്ട്രെസ് കൊടുത്ത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റും അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണർ ആയിരിക്കും. നമുക്ക് എത്ര എഴുതിയാൽ നമുക്ക് 7 മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഷോർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ക്ലാസിഫിക്കേഷനാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇപ്പോൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി പോവുക. ഒരു തവണ കേട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഇനി വീണ്ടും നിങ്ങൾ 2 തവണ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി വഴിയെ ഓരോന്നിൻ്റെ വർക്ക് ചെയ്യും പറയുമ്പോൾ നമുക്ക് റേഡിയൽ ഫ്ലോ എന്താണെന്നും ടാൻജൻഷ്യൽ ഫ്ലോ എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി പഠിക്കുന്ന സമയത്ത് പിന്നെ തിരിച്ച് ഈ ടോപ്പിക്ക് വായിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ടർബൈൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കാനുള്ള പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 ടർബൈൻസ് ആണ്. ഒന്ന് ഇമ്പൾസ് ടർബൈനും വരുന്നുണ്ട്, ഒന്ന് റിയാക്ഷൻ ടർബൈനും വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലെ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട 2 ടർബൈനാണ് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസിഫിക്കേഷൻ ആ രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. പ്രത്യേകം പിന്നെ നമ്മൾ പഠിച്ച് വെച്ച് ഓർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. ഇനി നോക്കുക, നമ്മുടെ ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റിൽ ഇമ്പൾസ് ടർബൈനും ഉണ്ട്, റിയാക്ഷൻ ടർബൈനും ഉണ്ട്. ഓക്കെ. അപ്പോൾ നോക്കാം. ഇഫ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ദ എനർജി അവൈലബിൾ ഈസ് ഓൺലി കൈനറ്റിക് എനർജി, ദ ടർബൈൻ ഈസ് നോൺ ആസ് ഇമ്പൾസ് ടർബൈൻ. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 1 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് കൊടുത്തിട്ട് ചിലപ്പോൾ ഫില്ല് ചെയ്യാണ്ടിരിക്കുക. അതായത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇഫ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ദ എനർജി അവൈലബിൾ ഈസ് ഓൺലി കൈനറ്റിക് എനർജി, ദ ടർബൈൻ ഈസ് നോൺ ആസ് ഡാഷ് ടർബൈൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈനുള്ളത് എന്താണ്, എനർജി അവൈലബിൾ ഈസ് ഓൺലി ഏത് എനർജിയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ ആകുമ്പോൾ എന്തായിരിക്കും, ഇൻലെറ്റിൽ ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ള കാര്യം ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ ആകുമ്പം എന്താണ്, ഇൻലെറ്റിലുള്ള എനർജി കൈനറ്റിക് എനർജി ആണ്. ഓക്കെ. ഓർത്ത് വെക്കുക, കൈനറ്റിക് എനർജി മാത്രമേ ഇമ്പൾസ് ടർബൈനിൽ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ ഇമ്പൾസ് ടർബൈൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് പെൽട്ടൺ വീൽ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ. പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിളാണ്. പറഞ്ഞ പോലെ നമ്മളെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 7 മാർക്കിന് പഠിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇതും കൂടി നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്ത് വെച്ച് ഈ പോയിന്റ്സ് കൂടി നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമെന്നില്ല, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഒരു കാര്യം ഓർക്കണം, ഇമ്പൾസ് ടർബൈൻ ആകുമ്പോൾ ദ എനർജി അവൈലബിൾ ഈസ് ഓൺലി കൈനറ്റിക് എനർജി. ഓക്കെ. അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് എക്സാമ്പിളാണ് പെൽട്ടൺ വീൽ. ഇനി രണ്ടാമത്തെ നോക്കാം, റിയാക്ഷൻ ടർബൈൻ ആണ്. ഇഫ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ദ വാട്ടർ പോസസ് കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് പ്രഷർ എനർജി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇമ്പൾസിൽ പറഞ്ഞപ്പോൾ കൈനറ്റിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ എന്ത് വരുന്നുണ്ട്, കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് പ്രഷർ എനർജി. ഇതിൽ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഉണ്ടായിരിക്കും. ആദ്യം പഠിച്ച ഇമ്പൾസ് ആകുമ്പോൾ
അവിടെ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇമ്പൾസ് ടർബൈനിൽ എനർജി അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ കൈനറ്റിക് എനർജി ഓൺലി. എന്നാൽ റിയാക്ഷൻ ടർബൈനിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, പ്രഷർ എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്ക് 1 മാർക്കിനൊക്കെ ഒന്നുകിൽ റിയാക്ഷൻ ടർബൈൻ്റെ ടേം വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈൻ്റെ ടേം വെച്ച് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം, ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു വെക്കുക ഈ 2 കാര്യങ്ങൾ. ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫോം ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഇമ്പൾസ്, ആദ്യം ഒരു ഓർഡർ പഠിക്കാം. ആദ്യം ഇമ്പൾസ്, പിന്നെ റിയാക്ഷൻ എന്ന് പഠിക്കുമ്പോൾ ഇമ്പൾസ് ആകുമ്പോൾ അതിൽ KE മാത്രമേ ഉള്ളൂ, അതിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. റിയാക്ഷൻ ആകുമ്പോൾ KE + PE. K എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, PE എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് എക്സാമ്പിൾ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും നമ്മുടെ റിയാക്ഷൻ ടർബൈൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇമ്പൾസ് ടർബൈൻ ആണെങ്കിൽ പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈനാണ് ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ, ഈ ഒരു പോർഷനിൽ ഓർത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ്റെ ഫിഗർ വരച്ച് പഠിക്കണം, അതിൻ്റെ വർക്കിംഗ് പഠിക്കണം. അതേപോലെ തന്നെ റിയാക്ഷൻ ടർബൈൻസ് ആയിട്ടുള്ള ഫ്രാൻസിസ് ടർബൈൻ്റെയും കപ്ലാൻ ടർബൈൻ്റെയും ഫിഗർ വരച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വെക്കണം. അത്രയാകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മൊഡ്യൂളിലെ മാക്സിമം സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമ്മൾ ഇതിനകത്തുള്ള ഓരോ ടേംസ് പഠിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഒന്ന് കൈനറ്റിക് എനർജി, ഒന്ന് എക്സാമ്പിൾ പെൽട്ടൺ വീൽ. ഇതിൽ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ എനർജി അറ്റ് ഇൻലെറ്റ് അല്ലേ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ് ആണ്. ഇൻലെറ്റുള്ള ടൈപ്പ് ഓഫ് എനർജി അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ടർബൈൻ ഉണ്ടല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങളതിൻ്റെ ആൻസർ പറയാം. ഇമ്പൾസ് ടർബൈൻ ആകുമ്പോൾ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് എനർജി ഏതാണ്? ഇമ്പൾസ് ടർബൈനിൽ ഏതാണ്? നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇമ്പൾസ് ടർബൈനിൽ കൈനറ്റിക് എനർജി മാത്രമാണ് അല്ലേ. ഏത് ടൈപ്പ് എനർജിയാണുള്ളത്? ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ അല്ലേ, ക്ലാസിഫിക്കേഷൻ വരെയാണ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ്. നമുക്കറിയാം റിയാക്ഷൻ ടർബൈനിൽ ഇൻലെറ്റിലുള്ള ടൈപ്പ് ഓഫ് എനർജി ഏതാണ്? അവിടെ കൈനറ്റിക് എനർജിയും ഉണ്ട്, പ്രഷർ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് നമ്മളിപ്പോൾ പഠിച്ചതെന്ന് ബാക്കോട് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ 7 മാർക്ക് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് പ്രത്യേകം ഇനി ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വരുന്നത് ഇൻലെറ്റുള്ള എനർജി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇനി പ്രത്യേക ഇമ്പൾസ് ആണ് റിയാക്ഷൻ ആണ് ഓർത്ത് വെക്കേണ്ട കാര്യം. നമുക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രധാനപ്പെട്ട 2 ടർബൈൻസ് ആണ്, ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. അതിൽ ഇമ്പൾസ് ടർബൈൻ ആകുമ്പോൾ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ ഇൻലെറ്റിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാകും. അപ്പോൾ തന്നെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കിപ്പോൾ ഏകദേശം ബൈ ഹാർട്ട് ആയ പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചു. പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ ആണ്. അതുപോലെ റിയാക്ഷൻ ടർബൈനിൽ പ്രധാനപ്പെട്ട 2 എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പേരുകളാണ് ഫ്രാൻസിസ് ടർബൈനും അതുപോലെ കപ്ലാൻ ടർബൈനും. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണറിൻ്റെ അകത്ത് കൂടെയുള്ള അല്ലെങ്കിൽ റണ്ണറിലേക്കുള്ള ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ അനുസരിച്ച് ടാൻജൻഷ്യൽ ഫ്ലോ ഉണ്ട്, റേഡിയൽ ഫ്ലോ ഉണ്ട്, ആക്സിയൽ ഫ്ലോ ഉണ്ട്, മിക്സഡ് ഫ്ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈനിൽ ഇഫ് ദ വാട്ടർ ഫ്ലോസ് അലോങ് ദ ടാൻജൻറ്റ് ഓഫ് ദ റണ്ണർ, സപ്പോസ് ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ഒരു ടർബൈൻ്റെ മേലുള്ള റണ്ണറും അല്ലെങ്കിൽ വീലും ടർബൈൻ്റെ ബ്ലേഡ്സും ആണ് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് കോമൺ ആയിട്ട് അറിയാം, നമ്മൾ ടർബൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു നോസിൽ വഴി ഇങ്ങനെ എന്ത് ചെയ്യും, ഇവിടുന്ന് വെള്ളം ചെന്തിന് മേലേക്ക് അടിക്കുമ്പോൾ എന്തായിരിക്കും? ഇത് റൊട്ടേഷണൽ മോഷൻ സംഭവിക്കുന്നതാണ്. ആണ് ഒരു കോമൺ ആയിട്ട് നമുക്ക് ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓർമ്മ വരുന്ന ഒരു സാങ്കല്പിക ചിത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഇഫ് ദ വാട്ടർ ഫ്ലോസ് അലോങ് ദ ടാൻജൻറ്റ് ഓഫ് ദ റണ്ണർ, അപ്പോൾ റണ്ണറിൻ്റെ ടാൻജൻറ്റിന് അലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഫ്ലോ വരുന്നത്. നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലോ നമുക്ക് എന്ത് വിളിക്കാം? അത് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ പെൽട്ടൺ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ടർബൈൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ഒരു റണ്ണറിൻ്റെ മേലെ ബ്ലേഡ്സും ഉണ്ടായിരിക്കും. ഒരു നോസിൽ വെച്ച് പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യും? പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ നോസിൽ വെച്ച് ആ ടർബൈൻ്റെ മേലേക്ക് ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ഈ ഷാഫ്റ്റ് നമ്മൾ ജനറേറ്ററിന് മേലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുകയും അവിടെ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ചെറുപ്പകാലം തൊട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ ആ
ഒരു നമ്മുടെ മനസ്സിലുള്ള കോമൺ ആയിട്ടുള്ള ടർബൈൻ്റെ ഫിഗറാണ് ശരിക്കും പെൽട്ടൺ വീൽ ടർബൈൻ്റെ ആ ഒരു ശരിക്കുള്ള ഫിഗർ അല്ലെങ്കിൽ ശരിക്കുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ മനസ്സിലുള്ള ടർബൈൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അത് പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ ആണ്. അപ്പോൾ ടാൻജൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഫ്ലോ ആണ് നമ്മൾ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയാം. അപ്പോൾ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എക്സാമ്പിളാണ് പെൽട്ടൺ വീല്. ഓക്കെ, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എക്സാമ്പിളാണ് പെൽട്ടൺ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ഒരു മാർക്കിന് ചോദിക്കാം. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം പെൽട്ടൺ വീൽ ടർബൈൻ ഈസ് ഡാഷ് ഫ്ലോ ടർബൈൻ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റണം, പെൽട്ടൺ വീൽ എന്താണ്, അതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയാൻ പറ്റണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരു കുറുക്ക് വഴി ഓർത്ത് വെക്കാം. മീൻസ് നമ്മൾ എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് പഠിക്കാൻ എളുപ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ പെൽട്ടൻ്റെ സ്പെല്ലിംഗ് നോക്കുക, പെൽട്ടൺ ആണല്ലേ, പെൽട്ടൺ ആണ്. പെൽട്ടൻ്റെ ലാസ്റ്റ് എന്താണ്, ടൺ എന്നുള്ളൊരു ടേം വരുന്നില്ലേ, ടൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യുകയാണെങ്കിൽ ടാൻജൻഷ്യൽ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. സ്പെല്ലിങ് ടൺ എന്ന് പറയുമ്പോൾ TON ആണ്, ടാൻജൻഷ്യൽ ആകുമ്പോൾ TAN വരും. പക്ഷേ എന്ത് ചെയ്യുക, ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാണ്. പെൽട്ടൺ വീൽ എന്ന് പറയുമ്പോൾ ആ ടൺ എന്ത് ചെയ്യുക, ടാൻജൻഷ്യൽ ഫ്ലോൻ്റെ ആ ഒരു പ്രൊനൗൺസിയേഷനായിട്ട് ഓർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എക്സാമ്പിൾ നമുക്ക് പെൽട്ടൺ എന്ന് പറയാം. അല്ലെങ്കിൽ പെൽട്ടൺ വീൽ എന്ന് പറയുമ്പോൾ ഈ ടൺ എന്ത് ചെയ്യുക, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഈ ഓർത്ത് വെക്കുക. അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പഠിച്ചു വെക്കണം, അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു നമ്മളെ മനസ്സിലൊക്കെയുള്ള പെൽട്ടൺ വീൽ, നമ്മളെ മനസ്സിലുള്ള ടർബൈൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഈ വീലിന് ടാൻജൻ്റ് ആയിട്ട് ഫ്ലോ കൊടുക്കുന്നതാണ് നമ്മുടെ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കോമൺ സംഭവം എന്താണ്, അത് ശരിക്കും നമ്മുടെ പെൽട്ടൺ വീലാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും അത്രയും ഭാഗം ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതാണ്, നമുക്ക് 1-2 തവണ നമുക്ക് ആവശ്യം പോലെ സമയം അനുസരിച്ച് നമുക്ക് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മാക്സിമം സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റണം, നമുക്ക് എല്ലാവർക്കും പാസ്സാകാൻ പറ്റണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ക്ലാസിഫിക്കേഷനിലെ അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോ അനുസരിച്ച് ഇപ്പോൾ ടാൻജൻഷ്യൽ നമ്മൾ മനസ്സിലാക്കി എന്താണുള്ളത്. ഇനി ആക്സിയൽ ഫ്ലോ ടർബൈൻ. അപ്പോൾ നിങ്ങൾ ഈ ഡ്രോയിങ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആക്സിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എന്താണ് ആക്സിയൽ എന്ന് പറഞ്ഞാൽ, ഒരു ആക്സിസിന് പാരലായിട്ടുള്ള സംഭവം നമ്മൾ ശരിക്കും ആക്സിയൽ അല്ലെങ്കിൽ ആക്സിയൽ ഡയറക്ഷൻ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുക, ഡെഫിനിഷൻ നോക്കുക. ഇഫ് ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ റണ്ണർ along the direction parallel to the axis of rotation of the runner. Okay, along the direction parallel to the axis of rotation of the runner, the turbine is called axial flow turbine. Suppose എന്താണ് ശരിക്കും ആക്സിയൽ ഫ്ലോ ടർബൈൻ? ഇതിപ്പോൾ ഒരു ടർബൈൻ, ഇങ്ങനെ ഒരു ടർബൈൻ്റെ വീലാണ്, ഇവിടെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലേഡുകളുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യാണ്, ഇതിൽ പറഞ്ഞ പോലെ along the direction of parallel to the ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ആക്സിസ്, ഈ ഒരു റണ്ണറിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ശരിക്കും ഇതിന് കുറുകെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇതിന് എന്താ പറയുക, ഇതിന് അലോങ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, അലോങ് ദ ഡയറക്ഷൻ ഓഫ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോയുടെ ഡയറക്ഷൻ എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ആക്സിയൽ ഫ്ലോ ടർബൈൻ ആണ്. അപ്പോൾ എന്താണ് അലോങ് ദ ഡയറക്ഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. ആ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ആണ് ഞാൻ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് പാരലായിട്ടുള്ള ഡയറക്ഷനിലാണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഫ്ലോ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ വന്നെന്തായി ഫ്ലോ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ലൈനിന് പാരലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോയെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് താഴെ കൊടുത്ത പോലെ എക്സാമ്പിൾ പ്രൊപ്പല്ലർ ടർബൈനും അതുപോലെ കപ്ലാൻ ടർബൈനും. ഓക്കെ, പ്രൊപ്പല്ലർ ടർബൈനും കപ്ലാൻ ടർബൈനാണ് നമ്മുടെ ആക്സിയൽ ഫ്ലോ ടർബൈന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, പ്രൊപ്പല്ലർ ടർബൈനും കപ്ലാൻ ടർബൈനാണ് നമ്മുടെ ആക്സിയൽ ഫ്ലോ ടർബൈന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് വരുന്നത്, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷനിലെ ടാൻജൻഷ്യലും പറഞ്ഞു, റേഡിയലും റേഡിയലല്ല ടാൻജൻഷ്യലും പറഞ്ഞു, ആക്സിയലും പറഞ്ഞു. നമുക്ക് റേഡിയലും മിക്സഡും നോക്കാണ്ട്.
നോക്കാം എന്താണ് റേഡിയൽ ഫ്ലോ. ഇഫ് ദ വാട്ടർ ഫ്ലോസ് ഇൻ ദ റേഡിയൽ ഡയറക്ഷൻ ത്രൂ ദ റണ്ണർ. അപ്പോൾ റണ്ണറിൻ്റെ റേഡിയൽ ഡയറക്ഷനിലാണ് വാട്ടർ വരുന്നതെങ്കിൽ നമുക്കതിനെ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈനും വരുന്നുണ്ട്, പിന്നെ ഫെർണിയോൺ ടർബൈനും വരുന്നുണ്ട്. അതിൽ തന്നെ ഇൻവാർഡ് റേഡിയൽ ഫ്ലോ ടർബൈനും ഉണ്ട്, അതുപോലെ ഔട്ട്വാർഡ് റേഡിയൽ ഫ്ലോ ടർബൈനും ഉണ്ട്. ഇപ്പോൾ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കിനി അത് എന്ത് ചെയ്യാൻ വഴിയെ നമ്മൾ നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എന്താണ് റേഡിയൽ ഫ്ലോ ടർബൈൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വരുന്നതാണ് മിക്സഡ് ഫ്ലോ ടർബൈൻ. മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്. റേഡിയൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ ആക്സിൽ ഡയറക്ഷനും, രണ്ട് ഡയറക്ഷനിലും ഒരേപോലെ എന്ത് ചെയ്യുക, റേഡിയലിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിസിലും പാരലായിട്ട് വരുന്ന ടൈപ്പ് ഫ്ലോയാണ് നമ്മൾ മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. അത് നമ്മളിനി എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു കപ്ലാൻ ടർബൈനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇനിയുള്ളത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏകദേശം. ഇനിയുള്ളത് നമുക്ക് ഹെഡിൻ്റെ അടിസ്ഥാനത്തിലും സ്പെസിഫിക് സ്പീഡിൻ്റെ അടിസ്ഥാനം, അത് നമുക്ക് പ്രത്യേകിച്ച് ചിത്രം വരച്ചൊന്നും പറയാം. അതായത് ഹൈ ഹെഡ് എന്ന് പറയുമ്പോൾ അത് ഒരു 250 മീറ്ററിന് മേലുള്ളതായിരിക്കും ഹൈ ഹെഡ്, അല്ലെങ്കിൽ ഒരു 60-ൻ്റെയും 250-ൻ്റെ ഇടയ്ക്കുള്ളതായിരിക്കും മീഡിയം ഹെഡ്, അല്ലെങ്കിൽ 60 മീറ്ററും താഴെയുള്ളതായിരിക്കും ലോ ഹെഡ്. അങ്ങനെയുള്ള റേഞ്ചസ് ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇനി സ്പെസിഫിക് സ്പീഡ് ആകുമ്പം ഇത്ര RPM, 250 RPM ഉള്ളതായിരിക്കും മീഡിയം സ്പെസിഫിക് സ്പീഡ്, അല്ലെങ്കിൽ 800 RPM മേലുള്ളതായിരിക്കും ഹൈ സ്പെസിഫിക് സ്പീഡ്, അല്ലെങ്കിൽ 30-60-ൻ്റെ 60-ൻ്റെ ഇടയ്ക്ക് വരുന്ന RPM ഉള്ളതായിരിക്കും ലോ സ്പെസിഫിക് സ്പീഡ്. അങ്ങനെ ആ ഒരു റേഞ്ചൊക്കെയാണ് നമുക്ക് അതുപോലത്തെ റേഞ്ചസ് ആണ് നമുക്ക് ഇതിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നമുക്ക് വഴിയെ പഠിക്കാൻ പറ്റും, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഈ ഒരു ഫിഗർ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മൾ സാധാരണ ഡാമിൻ്റെ അല്ലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ശരിക്കും ഒരു 3D അല്ല, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കറിയാം എന്തോ ഡാമുണ്ടായിരിക്കും, ഒരു പുഴയ്ക്ക് കുറുകയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു സൈഡിൽ നമ്മൾ വാട്ടറിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പെൻസ്റ്റോക്ക് വഴി നമ്മൾ ആ വാട്ടറിന് താഴേക്ക് എത്തിക്കും. ഇവിടെ ടർബൈൻ ഉണ്ടായിരിക്കും. ടർബൈൻ്റെ മേലേക്ക് വെള്ളം ഇമ്പാക്ട് ചെയ്യുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും വെള്ളം താഴേക്ക് ഒഴുകി പോവുകയും ചെയ്യും. ടർബൈൻ ജനറേറ്ററുമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടുന്ന് പവർ ഹൗസ് വഴി നമ്മൾ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും ലൈൻസിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് ടർബൈൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പവർ പ്ലാന്റിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഈസി ആയിട്ടുള്ള കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഞാനത് പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട 3 ടർബൈൻസ് പഠിക്കാനുണ്ട്. പെൽട്ടൺ ടർബൈൻ അഥവാ പെൽട്ടൺ വീല്, പിന്നെ ഫ്രാൻസിസ് ടർബൈൻ, അതുപോലെ കപ്ലാൻ ടർബൈൻ. നമ്മൾ ആദ്യം പഠിച്ചുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇത്രയും 4 കാര്യങ്ങളും പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഒരു മൊഡ്യൂളിൽ 19 മാർക്ക് അല്ലെങ്കിൽ 19-22 ഇടയ്ക്കുള്ളൊരു നല്ലൊരു സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് പെൽട്ടൺ വീലിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു ഫിഗർ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ഫിഗറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫിഗറാണ് ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നതായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ആയിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പെൽട്ടൺ ടർബൈൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കേണ്ടി വരിക. വളരെ ഈസി ആയിട്ടുള്ള ഫിഗറാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ടർബൈൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ടർബൈൻ്റെ റണ്ണർ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. റണ്ണർ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ ഭാഗം? എന്താ നമ്മുടെ ആ ഒരു ഫാനൊക്കെ ഒരു സീലിംഗ് ഫാനൊക്കെ നമുക്കിങ്ങനെ അല്ലേ 3 ലീഫുകളുള്ള സീലിംഗ് ഫാനുണ്ട് അല്ലേ. അപ്പോൾ ആ സീലിംഗ് ഫാനിൻ്റെ റണ്ണർ എന്ന് പറഞ്ഞാൽ ഏതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ആ സെൻറ്ററിൽ വരുന്ന ഈ ഭാഗമാണ് നമ്മുടെ ഈ റണ്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മുടെ ടർബൈൻ്റെ കേസിലും ആ സെൻറ്ററിൽ വരുന്ന ഭാഗമാണ് റണ്ണർ. അതുപോലെ നമ്മുടെ ഫാനിൻ്റെ കേസിൽ നമ്മൾ സാധാരണ ലീഫ് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ലീഫ് എന്ന് പറയുന്ന ഭാഗം എന്താണ്? നമ്മുടെ ടർബൈൻ്റെ കേസിൽ ബ്ലേഡ്സ് അല്ലെങ്കിൽ ബക്കറ്റ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഫാനിൻ്റെ കാര്യം ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ടർബൈൻ്റെ കേസിൽ എന്തായിരിക്കും, ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു റൗണ്ട് പോർഷനുള്ള സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള ഭാഗമാണ് നമ്മുടെ റണ്ണർ എന്ന് പറയുന്നത്. ചുറ്റുമുള്ള റണ്ണറിൻ്റെ മേലുള്ള ലീഫുകളിൽ നമ്മൾ ബക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ് എന്ന് പറയാം. ബക്കറ്റ് അല്ലെങ്കിൽ ബ്ലേഡ്സ് ആണ്. അപ്പോൾ ആ 2 കാര്യം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസിലാണ്. പെൻസ്റ്റോക്ക് എന്ന് വരുന്ന വെള്ളത്തെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നോസിലാണ് ഉണ്ടായിരിക്കുക. നോസിലിൻ്റെ അകത്തൊരു
ഇവിടെ സ്പിയർ എന്ന് പറഞ്ഞൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്. സ്പിയർ എന്ന് പറഞ്ഞൊരു വാൾവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വാൾവിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ വാൾവ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഭാഗം ക്ലോസ്ഡ് പോർഷനിലേക്ക് മാറും. അതുപോലെ ഈ തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴോ ആ ക്ലോസ്ഡ് പോർഷനിൽ നിന്നും ഓപ്പൺ പോർഷനിലേക്ക് മാറുമ്പോൾ എന്തായിരിക്കും, വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇതിൻ്റെ മേലെ ചെന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് ആ ഒരു സ്പിയർ വാൾവ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമുക്ക് ഈ ഒരു പോയിന്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ നമുക്ക് എഴുതാൻ പറ്റും. സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, സ്വന്തം അതിൻ്റെ വർക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സിലേക്കൊന്ന് പതിഞ്ഞ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷിലെ ടേംസൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ടെക്നിക്കൽ ടേംസൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇതിൽ പറഞ്ഞ പോയിന്റ്സ് വായിച്ച് നോക്കി നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു രീതിയിൽ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഇവിടെ നോക്കുക, ബ്രേക്ക് നോസിൽ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഉദ്ദേശിക്കും വെള്ളം നമ്മൾ ഇങ്ങനെ ഫ്ലോ ചെയ്യിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുക, ആ പേര് പോലെ തന്നെ ആ പേര് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് നോസിൽ. എന്താണ് ബ്രേക്ക് നോസിൽ? ഇവിടെ ഒരു നോസിലുണ്ട്, ഇവിടെ ബ്രേക്ക് നോസിലുണ്ട്. എന്തായിരിക്കും ബ്രേക്ക് നോസിലിൻ്റെ ഫംഗ്ഷൻ അല്ലേ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കേസിലൊക്കെ എന്താണ്, ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കും. അതായത് വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള മെക്കാനിസമാണ് ബ്രേക്ക്. അതേപോലെ തന്നെ ആലോചിച്ച് നോക്കാം, ഇവിടുന്ന് വെള്ളം ചെന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ? ഞാൻ ആലോചിച്ച് നോക്കാം, ബ്രേക്ക് നോസിൽ വഴി വെള്ളം എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ടർബൈനൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഈ ബ്രേക്ക് നോസിൽ വഴി എന്ത് ചെയ്യാം, വെള്ളം കൊണ്ട് സപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടർബൈനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ബ്രേക്ക് നോസിൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഇതിൽ കാണിച്ചിരിക്കുന്നത് ചുറ്റുള്ള ഈ ഭാഗമാണ് നമ്മുടെ സിലിണ്ടറിക്കൽ കേസിംഗ് എന്ന് പറയാം. ആ ഒരു എന്താ ചെയ്യുക, ടർബൈനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൈയൊന്നും കൊടുങ്ങാതെ അല്ലെങ്കിൽ ടർബൈനിലെ വെള്ളമൊന്നും പുറത്തേക്ക് ചെതറി പോവാണ്ട് അതിൻ്റെ അകത്ത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ ഒരു കേസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പെൻസ്റ്റോക്ക് നമുക്ക് അറിയുന്നതാണ്. വാട്ടർ വരുന്നത് കാണിച്ചിട്ടുണ്ട്. സ്പിയർ വാൾവ് നമ്മൾ പറഞ്ഞു. ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും നോസിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാട്ടറിൻ്റെ ആ ഒരു ഈ കാണുന്ന പോലെയുള്ള ഇതാണ് നമ്മൾ ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുക. വെള്ളത്തിൻ്റെ ആ ഒരു സംഭവമാണ് ജെറ്റ് ഓഫ് വാട്ടർ. ബക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ് ആണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു സെൻറ്ററിൽ വരുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ ഷാഫ്റ്റാണ് സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഷാഫ്റ്റിൻ്റെ എൻഡായിരിക്കും നമ്മൾ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ബ്രേക്ക് നോസിൽ നമുക്ക് മനസ്സിലായി, പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ബ്രേക്ക് നോസിൽ ഉപയോഗിക്കാം. പിന്നെ കേസിങ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഓരോ പാർട്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് ഏകദേശം പതിഞ്ഞ പോലെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു തവണ പോലും വരച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് സ്വന്തം ഒരു ഇപ്പോൾ മനസ്സിലാക്കിയുള്ള ടേംസ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 7 മാർക്കിന് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് 4 മാർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ വെറുതെ വരച്ചാൽ മാത്രം പറയും പറയുന്ന പോലെ എല്ലാ ടേംസും നിങ്ങൾ മാർക്ക് ചെയ്യാൻ ഓർത്ത് വെക്കുക. ഒന്നും ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഈ പെൻ സ്റ്റോക്ക് നിങ്ങൾ ചെറുപ്പം മുതലേ വെക്കുന്ന സംഭവം പെൻ സ്റ്റോക്കൊക്കെ അപ്പോൾ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് ജസ്റ്റ് കണ്ടാൽ തിരിയും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ ആനിമേഷനിലേക്ക് കണ്ടു നോക്കാം. ഓക്കെ. ഈ സ്ക്രീനിൽ കാണുന്ന സംഭവമാണ് നമ്മുടെ പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും സ്വന്തമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഈ വെള്ളം ഇങ്ങനെ വരുന്ന സംഭവമാണ് ജെറ്റ് ഓഫ് വാട്ടർ. ഓക്കെ. ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇത് കണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നോസിൽ നിന്നാണ് വെള്ളം വരുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ആ ബ്ലേഡ് അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ മേലേക്ക് വെള്ളം നിന്നിരിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ ബ്രേക്ക് നോസിലൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മളതിൻ്റെ ആനിമേഷൻ കണ്ടു. നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം വായിച്ച് നോക്കുക. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൽട്ടൺ വീൽ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ്. അതിൽ നമുക്ക് പ്രഷർ, നമ്മുടെ ആ ഒരു വാട്ടറിൻ്റെ പ്രഷർ എനർജിയെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കൈനറ്റിക് എനർജിയേക്ക് മാറ്റാണ് അല്ലേ? പ്രഷർ എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ടു ഫോം ഹൈ സ്പീഡ് വാട്ടർ ജെറ്റ് ആൻഡ് ദിസ് ജെറ്റ് സ്ട്രൈക്സ് ദ വീൽ ടാൻജൻഷ്യലി ടു മേക്ക് ഇറ്റ് റൊട്ടേറ്റ്. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കുക, ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് ഈ റണ്ണറിന് ടാൻജൻ്റ് ആയിട്ടാണ് അല്ലേ? ഒരു സർക്കിളിന് ടാൻജൻ്റ് എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ടാൻജൻറ്റ് അല്ലേ? ഇതാണ് സർക്കിളിന് ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ അതോട് ചേർന്നിരിക്കുന്ന ആ ലൈന്. പിന്നെ ടാൻജൻഷ്യൽ ആയിട്ടാണ് ആ ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. അപ്പോൾ നിങ്ങൾക്ക് പെൽട്ടൺ വീലിൻ്റെ വർക്കിംഗ് ഓർക്കുമ്പോൾ തന്നെ പറയാൻ പറ്റും വെള്ളം ചെന്നിരിക്കുന്നത് ടാൻജൻഷ്യൽ ആയിട്ടാണ്. സോ എന്തായിരിക്കും അത് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയാം. ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഒരു ആനിമേഷൻ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ ആ ഒരു ആനിമേഷൻ നോക്കിയപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിലിങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ
ആ സ്പിയർ വാൾവിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇങ്ങനെ മേലെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുക നമ്മൾ ആനിമേഷനിൽ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീണ്ടും അത് വായിച്ച സമയം കളയുന്നില്ല. ഇങ്ങനെ നമ്മുടെ റണ്ണർ ബ്ലേഡിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടായിരിക്കാം. ഒരു ബക്കറ്റ് പോലെ നമുക്ക് രണ്ട് സിലിണ്ടറിക്കൽ പോർഷൻ, 2 ഹെമിസ്ഫെറിക്കൽ പോർഷൻസ് ഉണ്ടായിരിക്കും. 2 സ്പ്ലിറ്റ് ആക്കാനാണ്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്യേണ്ടത് ഒന്ന് ഈ ഫിഗർ പഠിക്കുക, എല്ലാ പാർട്സും മനസ്സിലാക്കുക. അതുപോലെ ഈ ഒരു പെൽട്ടൺ ടർബൈനിൽ ഇന്ന പാർട്സുകൾ ഉണ്ടെന്ന് നമ്മൾ പറയാം. ശേഷം ഓരോ പാർട്സും എന്തിനാണ് ജസ്റ്റ് മനസ്സിലാക്കുന്നത് ഈ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക. നമുക്കറിയാം ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കേസിങ് എന്തിനാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും വെള്ളം പുറത്തേക്ക് തെറിച്ച് പോകാനായിട്ടൊക്കെയാണ് നമ്മൾ കേസിങ് കൊടുക്കുന്നത്. റണ്ണർ അല്ലെങ്കിൽ ബക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ റണ്ണറാണ് റൊട്ടേറ്റിംഗ് പാർട്ട്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം ചെന്നിരിക്കുന്ന സമയത്ത് റൊട്ടേഷണൽ മോഷൻ ശരിക്കും കൊടുക്കുന്ന ആൾ ആ ഒരു ബക്കറ്റിൻ്റെ മേലേക്ക് ഇടിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് അല്ലേ. നോസിൽ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ സ്പിയർ വാൾവ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് എന്ത് ചെയ്യണം, ഏരിയ കുറച്ചുകൊണ്ട് നമുക്കറിയാം ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. അപ്പോൾ വെലോസിറ്റി കൂട്ടിക്കൊണ്ട് വെള്ളത്തെ സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് നോസിലും. അതുപോലെ റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ സ്പിയർ വാൾവ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പാണ്. പിന്നെ ബ്രേക്കിംഗ് ജെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെള്ളം കൊടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടർബൈനെ പെട്ടെന്ന് സ്റ്റോപ്പ് വയ്ക്കാനുള്ള ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ബ്രേക്കിംഗ് ജെറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് നോസിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഞാൻ ടർബൈൻ്റെ വർക്കിംഗ് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കാം. നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അത്രയും പെർഫെക്റ്റായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഓരോ പാർട്സുകളിൻ്റെ ഫംഗ്ഷൻ തന്നെ എഴുതി നമ്മുടെ ടർബൈൻ്റെ ഏകദേശം കാര്യങ്ങളായി. പിന്നെ ഇതിൽ പറയുന്ന ഒരു വർക്കിങ്ങിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ടർബൈൻ്റെ ആ ഒരു ആനിമേഷൻ തന്നെ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫിഗർ വരച്ച് സ്വന്തമായിട്ട് തന്നെ ഓരോ പാർട്സ് കാണിക്കാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളത് നോക്കുന്നില്ല, നമ്മൾ തിയറി പോർഷൻസ് മാത്രം നോക്കി പോകാം. ഇനി വരുന്നത് നമുക്ക് നമ്മുടെ ഈ മൊഡ്യൂളിൽ റിയാക്ഷൻ ടർബൈൻസ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് റിയാക്ഷൻ ടർബൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 2 റിയാക്ഷൻ ടർബൈൻസ് ആണ് ഫ്രാൻസിസ് ടർബൈനും അതുപോലെ തന്നെ കപ്ലാൻ ടർബൈനും. ഓക്കെ, അപ്പോൾ അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഫ്രാൻസിസ് ടർബൈൻ ചോദിക്കുമ്പോൾ ഈ ഒരു ഫിഗറാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഫ്രാൻസിസ് ടർബൈൻ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഫിഗർ പഠിച്ചു വെക്കുക. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതേപോലെ ഇനി കപ്ലാൻ ടർബൈൻ ആകുമ്പോൾ ആ ഫിഗറിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഫ്രാൻസിസ് ടർബൈനും പഠിച്ചൊരാൾക്ക് ഈസി ആയിട്ട് കപ്ലാൻ ടർബൈനും വരയ്ക്കാൻ പറ്റും. ഓക്കെ, രണ്ടിനെയും വർക്കിംഗ് ഏകദേശം സെയിം ആയിട്ട് വരും. ഇതാണ് നമ്മുടെ കപ്ലാൻ ടർബൈൻ്റെ ഫിഗർ വരുന്നുണ്ടായിരിക്കുക. ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. താഴെ കാണുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന ആ ഒരു റണ്ണറിൻ്റെ സ്ഥാനത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായി തോന്നുന്ന, പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ആനിമേഷനെ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഫ്രാൻസിസ് ടർബൈൻ, ഈ ഫിഗറും നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ്, താഴേക്കുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് ശരിക്കും ഈ കാണുന്ന ഭാഗം ശരിക്കും അതിൻ്റെ പ്ലാൻ വ്യൂ ആണ്. ഇതാണ് ശരിക്കും അതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ. അതായത് ഈ കാണുന്ന ഭാഗം ശരിക്കും എന്താണ്, അത് ഇങ്ങനെ ഉണ്ടായിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ആകും. താഴേക്കായിരിക്കും ഇതേപോലെ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ സ്കീമാറ്റിക്കലി ഡയഗ്രമാക്കി മാറ്റുമ്പോൾ ഇങ്ങനെ ഇവിടെ പ്ലാൻ വ്യൂ വരച്ചു, പിന്നെ അത് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബും കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആനിമേഷൻ കാണുമ്പോൾ എന്താണ് ഈ ഫിഗർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. ഓക്കെ, ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം ആനിമേഷൻ കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിക്കോളും. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ആനിമേഷനിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പെൽട്ടൺ ടർബൈൻ പഠിച്ചു. അതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ്. അതിൻ്റെ ഇൻലെറ്റിലെ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കംപ്ലീറ്റ് പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു 3D അല്ലെങ്കിൽ ഈ ഒരു ആനിമേഷൻ നോക്കുക. ഓക്കെ, നമ്മുടെ ഫ്രാൻസിസ് ടർബൈനും കാണിച്ചിട്ടുണ്ട്, കപ്ലാൻ ടർബൈനും കാണിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഉണ്ടോ വെള്ളം ഇങ്ങനെ റേഡിയൽ ഡയറക്ഷനിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ കയറി ഈ റണ്ണറിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് വെള്ളം താഴോട്ട് വീഴുകയാണ് അല്ലേ. താഴേക്ക് വീഴുന്ന ഭാഗമാണ് ആ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഈ ഷേപ്പ് നോക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പ് നോക്കുക. അതിൻ്റെ ചുറ്റും ഞാൻ വരച്ച് കാണിച്ചുതരാം. അതിന് ചുറ്റും ഇങ്ങനെ ഷേപ്പ്, ഇതിങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ പൈപ്പാണ് ശരിക്കും, കേസിംഗ് ആണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിലെ ഒരു ഷാഫ്റ്റ്
അതിൻ്റെ ചുറ്റും റണ്ണർ, ഇതിൻ്റെ ചുറ്റും പിന്നെ അതിന് ഗൈഡ് ബ്ലേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ബ്ലേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സംഭവമാണ് നിങ്ങൾ നേരത്തെ ആ ഫിഗറിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കുക, ഇങ്ങനെ വരച്ചിട്ട്. ഓക്കെ, ഇനി താഴേക്കുള്ള ആ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്, ആ ഡ്രാഫ്റ്റ് ട്യൂബിൽ ഇതിൽ എന്ത് ചെയ്തു ഇങ്ങനെ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, മേലെ വരച്ച എത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഈ ടോപ്പ് വ്യൂ എന്നുള്ള ഈ വ്യൂ ആണ് മേലെ ഇങ്ങനെ വരച്ചുള്ളത്. പിന്നെ ഫ്രണ്ട് വ്യൂ എന്നുള്ള ഈ വ്യൂ ആണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബായിട്ട് വരച്ചുള്ളത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആനിമേഷൻ കണ്ട് സ്വയം ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ചാൽ വെള്ളത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, വെള്ളം എങ്ങനെയാണ് ചെന്ന് ആ ഒരു ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നെ ഫ്രാൻസിസ് ടർബൈനും കാണുന്നുണ്ട്, കപ്ലാൻ ടർബൈനും കാണുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് രണ്ട് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. രണ്ടിൻ്റെയും സെൻറ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഈ ഒരു ആ കാണുന്ന റണ്ണർ ബ്ലേഡ്സിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിഗറിൽ ഇപ്പോൾ നോക്കട്ടെ, ആനിമേഷനിൽ നോക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് തരത്തിലുള്ള വെയിൻസ് ഉണ്ട്. ഇവിടെ കാണിച്ച പോലെ ഗൈഡ് വെയിൻസും ഉണ്ട്, റണ്ണർ വെയിൻസും ഉണ്ട്. അപ്പോൾ ഗൈഡ് വെയിൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്ന ഇങ്ങനെയുള്ള ഓരോ വെയിൻസ്. പിന്നെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന മെമ്പറാണ് റണ്ണർ ബ്ലേഡ്സ്. ആ റണ്ണർ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറേറ്റർ മേലെ കണ്ടിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഗൈഡ് വെയിൻസും ഉണ്ട്, റണ്ണർ വെയിൻസും ഉണ്ട്, അല്ലെങ്കിൽ റണ്ണർ ബ്ലേഡ്സും ഉണ്ട്. മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് വാട്ടർ ഒഴുകിയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമായിരുന്നു റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഫ്രാൻസിസ് ടർബൈൻ പഠിക്കുമ്പോഴും കപ്ലാൻ ടർബൈൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് റേഡിയൽ ഫ്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതിൽ കണ്ടല്ലോ ആനിമേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ ഇങ്ങനെ റേഡിയലായിട്ട് വരികയാണ്. റണ്ണറിന് റേഡിയൽ ഡയറക്ഷൻ, റേഡിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ടായിട്ട് റേഡിയസിന് എലോങ് ആയിട്ട് ഇങ്ങനെ റേഡിയലായിട്ട് വന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, വെള്ളം താഴോട്ട് പോകുന്നു. അതാണ് നമ്മൾ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇൻവാർഡ് റേഡിയൽ ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്വാർഡ് റേഡിയൽ ഫ്ലോ ഉണ്ട്. നമുക്കിതിനെ ഇൻവാർഡ് എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ അകത്തേക്കാണ്, ഇൻലെറ്റായിട്ടാണ് ഇൻവാർഡ് ഫ്ലോ വരുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ അത് ഔട്ട്വാർഡ് ഫ്ലോ, നേരെ പുറത്തുനിന്ന് വന്ന് ഇതിനെ തിരിച്ച് ഇങ്ങനെ പോകുന്ന ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, അത് ഔട്ട്വാർഡ് റേഡിയൽ ഫ്ലോ ആയിരിക്കും. നിങ്ങൾ കുറച്ച് നേരം ഈ ഒരു ആനിമേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ എഴുതേണ്ടത് ചിലപ്പോൾ ഇങ്ങനെയാണ്. അതായത് ഫ്രം ദ കേസിങ് ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗൈഡ് വെയിൻസ്. കേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് കേസിങ് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്യാം, ഈ ലൈന് പോയിട്ടില്ല, ഇതാണ് നമ്മുടെ കേസിങ്. ഇപ്പോൾ കേസിങ് എന്ന് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗൈഡ് വെയിൻസ്. ഇതാണ് കാണിച്ചുള്ളത് ഗൈഡ് വെയിൻസിലേക്ക് എന്ത് ചെയ്യുന്നു, വാട്ടർ ഫ്ലോ ചെയ്യുന്നു. വിച്ച് ആർ അറേഞ്ച്ഡ് അലോങ് ദ പെരിഫറി. ഈ പെരിഫറിക്ക് അലോങ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടു ഗൈഡ് ദ വാട്ടർ ഇൻ ടു ദ റണ്ണർ ബ്ലേഡ്സ്. അപ്പോൾ ശരിക്കും ഈ ഗൈഡ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഈ റണ്ണർ ബ്ലേഡിലേക്കുള്ള വാട്ടറിനെ എന്ത് ചെയ്യാണ്, ഒരു ഗൈഡ് ചെയ്യുക. അതിൻ്റെ പേര് പോലെ തന്നെ ഗൈഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് നമ്മുടെ ആ ഒരു ഗൈഡ് വെയിൻസിന് ഉണ്ടായിരിക്കാം. ഓക്കെ, നോക്കുക, ത്രൂ ദ ഗൈഡ് വെയിൻസ് വഴിയാണ് വെള്ളം കയറി വരുന്നത്. ത്രൂ ദ ഗൈഡ് വെയിൻസ് ദ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി ഇൻ ടു ദ റോട്ടർ ബ്ലേഡ്സ്. എന്ത് ചെയ്യുന്നു, റോട്ടർ ബ്ലേഡ്സിൻ്റെ അകത്ത് റേഡിയലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ദ റണ്ണർ ഓഫ് ദ ഫ്രാൻസിസ് ടർബൈൻ ഹാസ് എ സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ആസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. വെൻ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് ബിക്കോസ് ഓഫ് ദ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റഡ് ബൈ ദ എയറോഫോയിൽ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു റണ്ണർ ബ്ലേഡിൻ്റെ ഇത് സെൻറ്ററിലാണ് റണ്ണർ ബ്ലേഡ്, പുറത്തുള്ളത് അതിന് ഗൈഡ് ചെയ്യുന്ന ബ്ലേഡാണ് ഗൈഡ് ബ്ലേഡ്. അപ്പോൾ റണ്ണർ ബ്ലേഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു എയറോഫോയിൽ ഷേപ്പാണ്. അപ്പോൾ ആ എയറോഫോയിൽ ഷേപ്പുള്ള കാരണം എന്തായിരിക്കും, ഇതിനകത്തൊരു പ്രഷർ ഡിഫറൻസ് സംഭവിക്കും. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ആ വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗൈഡ് വെയിൻസ് ഉണ്ട്, റണ്ണർ ബ്ലേഡ്സ് ഉണ്ട്. ഗൈഡ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റണ്ണർ ബ്ലേഡിലേക്ക് വെള്ളത്തിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തെത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഡ്യൂറിങ് ദ പ്രോസസ് എൻ്റർ പ്രഷർ എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. സോ ദ വാട്ടർ ആഫ്റ്റർ പാസിംഗ് ഓവർ ദ റണ്ണർ പ്രോസസ് ലോ പ്രഷർ. മനസ്സിലാക്കേണ്ടത് മൊത്തം പ്രഷർ എനർജി എന്താക്കി മാറ്റും,
കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ എനർജിയും ഉണ്ടായിരിക്കും ഇൻലെറ്റിൽ, അതുപോലെ കൈനറ്റിക് എനർജിയും ഉണ്ട്. അപ്പോൾ മൊത്തം പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജിയൊക്കെ മാറ്റും. പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ ഒരു ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറി വന്ന് ഗൈഡ് വൈൻസ് വഴി കയറി റണ്ണറിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ലോവർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. പ്രഷർ വല്ലാണ്ട് കുറയും. പ്രഷർ വല്ലാണ്ട് കുറയുമ്പോൾ എന്തായിരിക്കും, ആ വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാൻ ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഷേപ്പ് ഇങ്ങനെ, ഇതൊരു കോമൺ ഷേപ്പുള്ള ഡ്രാഫ്റ്റ് ട്യൂബാണ്. ഏരിയ കുറഞ്ഞ ഭാഗത്തു നിന്നും ഏരിയ കൂടിയ ഭാഗത്തേക്കായിരിക്കും പിന്നെ ഫ്ലോ നടക്കുക. നമുക്കറിയുന്നതാണ്, ഏരിയ കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഏരിയ കൂടിയ ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലേ, ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, പ്രഷർ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. നമ്മുടെ റിയാക്ഷൻ ടർബൈനിലെ ആ റണ്ണറിൻ്റെ ഫിഗറാണ്, അപ്പോൾ യഥാർത്ഥ ഫിഗറാണ് നമുക്കവിടെ കാണുന്നുണ്ടായിരിക്കാം ഫോട്ടോ. ഉണ്ടോ, ഇതാണ് നമ്മുടെ അതിൻ്റെ കേസിങ്. ഇനി ഇതാണ് നമ്മുടെ ഇപ്പോൾ കാണുന്നത്, നമ്മൾ ഏത് ടർബൈനാണ്, നമ്മുടെ കപ്ലാൻ ടർബൈനാണ്. ഓക്കെ, അപ്പോൾ കപ്ലാൻ ടർബൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടുള്ള ആനിമേഷനും ഇതും വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൈഡ് വൈൻസ് ഉണ്ട്, കറക്റ്റ് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു നമ്മുടെ റണ്ണറുണ്ട്. അപ്പോൾ റണ്ണറിലാണ് മാറ്റം വന്നുള്ളത്. ഓക്കെ, ഓർക്കേണ്ടത് ഈ റണ്ണറിൻ്റെ ഷേപ്പിലും അറേഞ്ച്മെൻറ്റിലും മാറ്റം വരുമ്പോൾ എന്തായിട്ട് മാറി, അത് കപ്ലാൻ ടർബൈൻ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കപ്ലാൻ ടർബൈൻ ഏത് ടൈപ്പ് ടർബൈനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആക്സിയൽ ഫ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടാൻജൻഷ്യൽ ഫ്ലോ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ ആക്സിയൽ ഫ്ലോ ടർബൈൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്, അത് എക്സാമ്പിളാണ് കപ്ലാൻ ടർബൈനും പ്രൊപ്പല്ലർ ടർബൈനും അല്ലേ. ആക്സിയൽ ഫ്ലോയ്ക്ക് എക്സാമ്പിളാണ് കപ്ലാനും പ്രൊപ്പല്ലറും, ടാൻജൻഷ്യലിന് എക്സാമ്പിളാണ് പെൽട്ടൺ വീല്, റേഡിയൽ ഫ്ലോയ്ക്ക് എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ് ആക്സിയൽ ഫ്ലോ ടർബൈൻ ആയിട്ട് മാറിയത്, നിങ്ങളിതിൻ്റെ ആനിമേഷൻ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് ആക്സിയൽ ഫ്ലോ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കുക, ഇതാണ് റണ്ണറിൻ്റെ ആക്സിസ്. നേരത്തെ പോലെ തന്നെ വെള്ളം സെയിം റേഡിയൽ ഡയറക്ഷനിൽ വരുന്നുണ്ട്. ഗൈഡ് വൈൻസ് വഴി വെള്ളം കയറി നമ്മുടെ ഈ കാണുന്ന നമ്മുടെ റണ്ണറിൻ്റെ സ്ഥാനം നോക്കുക, അത് കുറച്ച് താഴോട്ടാണ് ഇറങ്ങി നിൽക്കുന്നത്. റണ്ണർ ബ്ലേഡ്സ് ഒത്തിരി താഴോട്ടാണ്. അവിടെ നോക്കുക, വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നതായി നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലേ. വെള്ളം താഴേക്ക് വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടർബൈൻ ഒട്ടുക. കാരണം ടർബൈൻ്റെ ബ്ലേഡ്സ് നോക്കുക, അങ്ങനെ ചെരിഞ്ഞാണ് വരുന്നത്. നേരത്തെ ഉണ്ടായ ടർബൈൻ്റെ പോലെയല്ല. ഈ ടർബൈൻ എന്താണ്, ടർബൈൻ്റെ റണ്ണർ ഷേപ്പ് നോക്കുക, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള താഴോട്ട് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ബ്ലേഡ്സ് വരുന്നത്, റണ്ണർ ബ്ലേഡ്സ് വരുന്നത്. സോ വെള്ളം ബ്ലേഡിൻ്റെ മേലേക്ക് ഇങ്ങനെ താഴേക്ക് വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. നേരത്തെ കേസിലായപ്പോൾ എന്തായിരുന്നു, വെള്ളം നേരെ ഗൈഡ് വൈൻസ് വഴി ഇങ്ങനെ ചെന്നിടിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, നേരത്തെ കേസിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തതാണ്. ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഷേപ്പിലായതുകൊണ്ടായിരിക്കും വെള്ളം താഴേക്ക് ഇങ്ങനെ വീഴുമ്പോഴാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് ടർബൈൻ്റെ ആക്സിസ് എങ്കിൽ ആക്സിസിന് പാരലായിട്ടാണ് വെള്ളം ചെന്ന് വീഴെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അത് ആക്സിയൽ ഫ്ലോ ടർബൈൻ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ കപ്ലാൻ ടർബൈന് ആക്സിയൽ ഫ്ലോ ടർബൈൻ ആയിട്ടുള്ളത്. റിയാക്ഷൻ ടർബൈൻ എക്സാമ്പിളാണ് കപ്ലാൻ ടർബൈനും ഫ്രാൻസിസ് ടർബൈനും. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത്, രണ്ടിൻ്റെയും ഫിഗർ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റണ്ണറിൻ്റെ സ്ഥാനം കുറച്ച് താഴോട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സെയിം തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആനിമേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 7 മാർക്ക് അല്ലെങ്കിൽ 14 മാർക്ക് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഉണ്ടോ, ഇതാണ് നമ്മുടെ കപ്ലാൻ ടർബൈൻ്റെ കേസിൽ നമ്മുടെ ടർബൈൻ്റെ റണ്ണർ. നിങ്ങൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ ടർബൈൻ്റെ റണ്ണർ. ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും ഈ ഫിഗർ എന്താണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗം ശരിക്കും എന്താണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്, ശരിക്കും അതിൻ്റെ പ്ലാൻ വ്യൂ ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് ശരിക്കും വരുന്നത് അതിൻ്റെ ഷേപ്പ്. വെള്ളം ഇങ്ങനെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറി ഇതിങ്ങനെയുള്ള ഷേപ്പാണ് ഉണ്ടാവുക. അതിൻ്റെ സെൻറ്ററിലാണ് റണ്ണർ ഉണ്ടാവുക. അതിന് താഴോട്ടാണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ് വരിക അല്ലേ. അതിന് നമ്മൾ എന്താക്കി മാറ്റി, ഈ കാണുന്ന ഭാഗത്തിന് നമ്മൾ പ്ലാൻ വ്യൂ വരച്ചു. താഴെയുള്ള ഭാഗത്തിന് നമ്മൾ ഇതേപോലെ ഫ്രണ്ട് നോക്കുന്ന പോലെ ഫ്രണ്ട് വ്യൂ ആണ് വരച്ചുള്ളത്. ഇനി നിങ്ങൾ അതിൽ ഓരോ ഭാഗം നോക്കുക. വെള്ളം പെൻ സ്റ്റോക്ക് വഴി വരുന്ന വെള്ളം ഇതിൽ എൻ്റർ ചെയ്യും. ഇതിലേക്ക് കയറി ആദ്യം വരുന്ന ആൾക്കാരാണ് ഗേഡ് വെയിനാണ്. ആദ്യം വരുന്ന ഗേഡ് വെയിൻസ് ആണ്. നമ്മുടെ റണ്ണറിലേക്കുള്ള വെള്ളത്തിന് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഗേഡ് വെയിൻസ്. പിന്നെ കേസിങ്ങിൻ്റെ പേര് സ്പൈറൽ കേസിങ്. സ്പൈറൽ ഷേപ്പ് ആയതാണ് സ്പൈറൽ കേസ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഏരിയ കുറഞ്ഞ് കൂടി വരികയാണ് ഇങ്ങോട്ട് അല്ലെ. ഇവിടുത്തെ ഏരിയയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏരിയ കുറഞ്ഞു വരികയാണ്. അതായത് പ്രഷറിൻ്റെയും വെലോസിറ്റിയും നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാനാണ് അങ്ങനെ ആ ഒരു സ്പൈറൽ കേസിങ് കൊടുത്തിട്ടുള്ളത്. റണ്ണർ ബ്ലേഡ്സ് പറഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ വരുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന മെമ്പറാണ് റണ്ണർ ബ്ലേഡ്സ്. ഗേഡ് ബ്ലേഡ്സ് നമുക്ക് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ആനിമേഷൻ കണ്ടപ്പോൾ കൃത്യമായിട്ടും വർക്ക് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിൻ്റെ ഇനി വേണമെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ഫ്രം ദ കേസിങ് ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗേഡ് വെയിൻസ്. നമ്മൾ പറഞ്ഞ പോലെ വാട്ടർ എന്ത് ചെയ്യും, ഗേഡ് വെയിൻസ് വഴി. ഫ്രം ദ കേസിങ് ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗേഡ് വെയിൻസ് അല്ലേ. ഫ്രം ദ കേസിങ്ങിൽ നിന്നും വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗേഡ് വെയിൻസ്. വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗേഡ് വെയിൻസ് പറഞ്ഞാൽ എന്താണ്, വാട്ടർ എന്ത് ചെയ്യുന്നു, ഗേഡ് വെയിൻസ് വഴി ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു അല്ലേ. ഗേഡ് വെയിൻസ് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ളതാണ്, അതാണ് ഗേഡ് വെയിൻസ്. വിച്ച് ആർ അറേഞ്ച്ഡ് അലോങ് ദ പെരിഫറി ടു ഗേഡ് ദ വാട്ടർ ഇൻ ടു ദ റണ്ണർ ബ്ലേഡ്സ്. ഓക്കെ, അപ്പോൾ റണ്ണർ ബ്ലേഡ്സിലേക്കുള്ള വാട്ടറിനെ ഗേഡ് ചെയ്യാനാണ് നമ്മൾ ചുറ്റുള്ള ഈ ഗേഡ് ബ്ലേഡ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ്, ത്രൂ ദ ഗേഡ് വെയിൻസ് ദ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി ഇൻ ടു ദ റോട്ടർ ബ്ലേഡ്സ്. ദ റണ്ണർ ഓഫ് ദ ഫ്രാൻസിസ് ടർബൈൻ ഹാസ് എ സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ആസ് മെൻഷൻ ബിഫോർ. When water enters radially, it starts rotating because of the pressure difference created by the aerofoil shape. ഓക്കെ, നമ്മൾ പറഞ്ഞു വെള്ളം ഇങ്ങനെ കയറിയിട്ട് ഗേഡ് വൈൻസ് വഴി ഇങ്ങനെ എൻ്ററായി ഇവിടെ നേരെ ചെന്നിടിക്കുന്നത് എന്താണ്, നമ്മുടെ ഗേഡ് വൈൻസിൻ്റെ മേലേക്ക് ഗേഡ് വൈൻസ് വഴി കയറി പിന്നെ നേരെ ചെന്നിരിക്കുന്നത് റണ്ണർ ബ്ലേഡ്സിൻ്റെ മേലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, റണ്ണർ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, റണ്ണർ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഡ്യൂറിങ് ദ പ്രോസസ് ദ എൻറ്റയർ പ്രഷർ എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. സോ ദ വാട്ടർ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ റണ്ണർ പ്രോസസ് ലോ പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വെച്ച് എന്ത് ചെയ്യും, ആ മൊത്തം കൈനറ്റിക് എനർജിയെ മൊത്തം പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജിയാക്കി മാറ്റും. അപ്പോൾ എന്തായിരിക്കും, എക്സിറ്റ് ചെയ്യുന്ന വാട്ടർ, ശരിക്കും ഈ ഫിഗർ നോക്കട്ടോ, ശരിക്കും ഇതിലെ വാട്ടർ ഇതിൻ്റെ മൊത്തം സൈഡ് വ്യൂ ആണ് കാണിച്ചത്. ഈ കേസിങ് വഴി വെള്ളം കയറി റണ്ണർ ഗേറ്റ് വൈൻസ് വഴി കയറി റണ്ണറിനെ തിരിച്ച് വെള്ളം താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, താഴേക്കുള്ള ഭാഗം നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ്. അതിനർത്ഥം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, വെള്ളം കയറി റണ്ണർ റൊട്ടേറ്റ് ഈ ആരോ മാർക്കിൻ്റെ ഹെഡില്ലേ, ഇവിടെ എത്തുന്ന വെള്ളത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും, പ്രഷർ വളരെ കുറവായിരിക്കും. എന്തായാലും പ്രഷർ വളരെ കുറയുമ്പോൾ താഴേക്ക് വെള്ളം ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി കുറവാണ്. പെട്ടെന്ന് വെള്ളം എന്തെയില്ല താഴോട്ട് ഫ്ലോ ചെയ്ത് പോകില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ വെള്ളത്തിൻ്റെ പ്രഷർ വീണ്ടും കൂട്ടണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയയുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നമുക്ക് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയയുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് ആ പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് അവിടുന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ്സ് നോക്കുക. ദ കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺവേർട്ടഡ് ബൈ ദ reduction in velocity when it flows over the blades. It is the net pressure difference from the inlet to the outlet which determines the energy from the turbine. To achieve a maximum difference, the outlet pressure is kept very low, sometimes less than atmospheric. This will prevent natural flow of water from the outlet. നമ്മൾ പറഞ്ഞ പോലെ പ്രഷർ വല്ലാണ്ട് കുറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു നാച്ചുറൽ ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യും. സോ എ ഡ്രാഫ്റ്റ് ട്യൂബ് കറക്ട്സ് ദിസ് വാട്ടർ അറ്റ് ദ ലോ പ്രഷർ ഫ്രം ദ ടർബൈൻ flows through a tube called draft tube. This has a gradually increasing rotation, so the pressure increases and velocity decreases during the flow in the draft tube. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് കൂടെ എന്തായിരിക്കും, ഫ്ലോ നടക്കുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും വെലോസിറ്റി കുറയുകയും ആ ഒരു ഫ്ലോയെ നമുക്ക് സ്മൂത്ത് ആക്കാനും സാധിക്കും. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിങ്ങും അതുപോലെ കപ്ലാൻ ടർബൈൻ്റെ വർക്കിങ്ങും ഏകദേശം സെയിം ആണ്. ഇതിൽ ഓരോ പാർട്സും സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫ്ലോൻ്റെ ഡയറക്ഷൻ. ഇങ്ങനെ കയറി വെള്ളം പോവാണ്, താഴേക്ക് ഫ്ലോ ചെയ്യുന്നു.
ഇതിൻ്റെ ഈ മേലെ കാണുന്ന ഭാഗത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് ഫിഗറിൽ പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്. ടൈൽ റൈസിൻ്റെ ഫ്രണ്ട് വ്യൂ രണ്ടും കൂടി കമ്പൈൻ ചെയ്തുള്ള ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തുള്ളത്. നമ്മൾ എക്സാം ബെനിഫിറ്റ് ഇങ്ങനെ ഈ ഫിഗർ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതങ്ങനെ മനസ്സിലായിട്ട് എങ്ങനെ വന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു ഇതെന്തുകൊണ്ട് അങ്ങനെ വരച്ചുള്ളത് എന്നുള്ളത്. അത് നമുക്ക് ടോപ്പ് വ്യൂ കാണിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ ബ്ലേഡും റണ്ണർ ബ്ലേഡും കാണിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്തുകൊണ്ട് ഫ്രണ്ട് വ്യൂ കാണിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഡ്രാഫ്റ്റ് ട്യൂബും ടോപ്പ് വ്യൂ കാണിക്കുമ്പോഴത്തേക്കും ഡ്രാഫ്റ്റ് ട്യൂബ് താഴെ പോകും. അതായത് നമുക്ക് ജസ്റ്റ് ഡോട്ടർ ലൈൻസ് മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഷേപ്പ് എന്താ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിക്സിൽ നിങ്ങൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് മേലെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കാണിച്ചുള്ളത്, ഈ ഭാഗം മേലെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാനും ഈ ഭാഗം ഡ്രാഫ്റ്റ് വ്യൂവിൻ്റെ ഭാഗം ഫ്രണ്ട് വ്യൂ കാണിച്ചുള്ളത് എന്താണ്, രണ്ടിനും ഷേപ്പും അതുപോലെ തന്നെ അകത്തുള്ള പാർട്സും കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് വ്യത്യാസമുള്ളത് എന്താണ്, നമ്മുടെ കപ്ലാൻ ടർബൈൻ. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കട്ടോ, ഓരോ പാർട്സിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ തന്നെ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഇതിന് ടെക്നിക്കൽ ടേംസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നോക്കിയതാണ് ശരിക്കും ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഫിഗർ അങ്ങനെ വരച്ചാൽ മനസ്സിലാവും. ഇത് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ്, ഇത് നമ്മുടെ കേസിങ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇത് ഫ്രാൻസിസ് ടർബൈൻ വരെ പ്രോബ്ലംസ് നമുക്ക് തൽക്കാലം എടുക്കുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇനി നമുക്ക് കപ്ലാൻ ടർബൈൻ. അപ്പോൾ കപ്ലാൻ ടർബൈൻ നോക്കുക, ഇവിടെ കാണിച്ചുള്ളത് കണ്ടോ, ഈ ഫിഗർ നോക്കട്ടോ, ഇതിൻ്റെ 3D ഫിഗർ നോക്കുക. ഇതിൽ റണ്ണർ ബ്ലേഡ്സ് ഇതാണ് നമ്മൾ കാണുന്ന റണ്ണർ ബ്ലേഡ്സ് ആണിത്. സാധാരണ പോലെ കേസിങ് ഉണ്ട്, വെള്ളം കയറി വരും. ഈ മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ എന്താണ്, നമ്മുടെ ഗൈഡ് വെയിൻസ് ആണ്. അതിലെ വെള്ളം താഴേക്ക് വീഴുമ്പോൾ ഈ ആക്സിസിന് പാരലായിട്ട് വെള്ളം താഴേക്ക് വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റണ്ണർ ബ്ലേഡ് തിരിയുക. സോ അതാണ് ഇതിനെ ആക്സൽ ഫ്ലോ ടർബൈൻ എന്ന് പറയാൻ കാരണം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ അത്രയും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആനിമേഷൻ കണ്ടിട്ട് മനസ്സിലാക്കുക. ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈ റണ്ണറിൻ്റെ സ്ഥാനം താഴോട്ടായി, റണ്ണറിൻ്റെ ഷേപ്പ് മാറി. സോ വെള്ളം ഗൈഡ് വെയിൻസ് വഴി വന്ന് ആക്സിലി താഴേക്ക് വീഴുമ്പോഴാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ബാക്കി എല്ലാ വർക്കിങ്ങും സെയിം ആണ്. പോയിന്റ്സ് എല്ലാം നിങ്ങൾ സെയിം ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. അതായത് ഫ്രാൻസിസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്ലാനും വരയ്ക്കാൻ പറ്റണം, അതുപോലെ ഫ്രാൻസിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. രണ്ടിനും ടോപ്പ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം ഒരു 99% സെയിം തന്നെയാണ് വരിക. ആ ഒരു മെക്കാനിസത്തിൽ വരുന്ന ആ ഒരു റണ്ണറിൻ്റെ കേസ് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ചാൽ മതി. സോറി, നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഫിഗർ മാത്രം വരച്ചാൽ മതിയാവും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഉണ്ടോ, ഇതാണ് റണ്ണറിൻ്റെ സ്ഥാനം. അതായത് വെള്ളം വന്ന് താഴേക്ക് വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റണ്ണർ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക. വേണമെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കൂടി വരച്ച് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിത് മാത്രം വരച്ചാലും മതി. കപ്ലാൻ ടർബൈൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഫിഗർ മാത്രം വരച്ചാലും മതി. അപ്പോൾ ഇതിൽ ഡയമെൻഷൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാണിച്ചത് DB എന്നൊക്കെ കാണിച്ചത്, നിങ്ങളത് ബോസിൻ്റെ ഡയമീറ്ററും അതുപോലെ റണ്ണറിൻ്റെ ഔട്ടർ ഡയമീറ്ററൊക്കെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൈഡ് വെയിൻസ്, സ്ക്രോൾ കേസിങ്, പിന്നെ റണ്ണർ വെയിൻസ് ജസ്റ്റ് കാണിച്ചാൽ മതി. ഡ്രാഫ്റ്റ് ട്യൂബും കാണിക്കുക, ആ ഫിഗർ വരയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കപ്ലാൻ ടർബൈൻ്റെ വർക്കിങ്ങും ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിങ്ങും ഒരു 99% ഏകദേശം സെയിം ആണ്. അതിൽ വരുന്നത് നമ്മുടെ ആ ഒരു റണ്ണറിൻ്റെ സ്ഥാനത്തിലും ഷേപ്പിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ആലോചിച്ച് നോക്കുക. നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു മൊഡ്യൂളിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അതേപോലെ നമ്മൾ നോക്കുക, നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പഠിച്ച്, ഡൾട്ടൺ ടർബൈൻ പഠിച്ച്, ഫ്രാൻസിസ് ടർബൈൻ പഠിച്ച്, കപ്ലാൻ ടർബൈൻ പഠിച്ചു. നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ ഓൾറെഡി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ പോയിൻറ്റ്സ് വായിച്ച് തന്നെ മനസ്സിലാവുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. നമുക്ക് ഓൾറെഡി എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് മനസ്സിലായ സ്ഥിതിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ഡ്രാഫ്റ്റ് ട്യൂബ്. താഴെ കാണുന്ന ഈ ഷേപ്പാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഇവിടെ നോക്കാം ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഇത് ചിലപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ 7 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റണ്ണറിൻ്റെ എക്സിറ്റ്, റണ്ണറിനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് പിന്നെ വരുന്ന വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വെരി ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ വെരി ലോ പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും, നോർമൽ കണ്ടീഷൻ, നോർമൽ
ഒരു നോർമൽ വേൽ എന്ത് ചെയ്യും, വെള്ളം താഴേക്ക് ഒഴുകി പോകാൻ ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രഷറിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ. അതായത് ഗ്രാജുവലി ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്പ് നോക്കുക, സ്ട്രെയിറ്റ് കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്, ഹൈഡ്രോകോൺ അല്ലെങ്കിൽ മൂഡീസ് സ്പ്രെഡിങ് ട്യൂബ് ഉണ്ട്, അതുപോലെ സിമ്പിൾ എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. പിന്നെ എൽബോ ട്യൂബ് ഹാവ് സർക്കുലർ പൊസിഷൻ അറ്റ് ഇൻലെറ്റും റെക്ടാങ്കുലർ അറ്റ് ഔട്ട്ലെറ്റും. അപ്പോൾ ഇതിന് ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇൻലെറ്റിൽ സർക്കുലർ പൊസിഷനും എക്സിറ്റിൽ എന്തായിരിക്കും, റെക്ടാങ്കുലർ ഷേപ്പാണ് ഉണ്ടായിരിക്കുക. ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സ്ട്രൈറ്റ് കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണ്. അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ കോൺ ഷേപ്പ് തന്നെ അല്ലേ, കോൺ ഇതാണ് ശരിക്കും കോൺ, ഇതാണ് നമ്മുടെ കോൺ എന്ന് പറയുന്നത്. നമ്മൾ ഐസ്ക്രീമിൻ്റെ കോണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഫ്രസ്റ്റം, നമുക്കിതിന് ശരിക്കും ഇതിന് ഫ്രസ്റ്റത്തിൻ്റെ ഷേപ്പാണ്, ചട്ടി പോലെ സാധാരണ ചെടിച്ചെടിൻ്റെ അല്ല നമ്മുടെ ചെറിയ കപ്പിൻ്റെ ഷേപ്പാണ് ഈ ഒരു സ്ട്രൈറ്റ് കോണിക്കൽ ഡ്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്. ജസ്റ്റ് നിങ്ങൾ പോയിന്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, നമ്മൾ ഓൾറെഡി ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയുന്നതാണ്. പിന്നെ ബാക്കി പോയിന്റ്സ് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇതൊന്നും നിങ്ങളങ്ങനെ ആക്യുറേറ്റ് ഈ ആംഗിൾസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കാനും അതിൻ്റെ പേരും പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി ഒന്ന് പഠിച്ചു, 85% എഫിഷ്യൻസി ഉള്ളതെന്ന് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഷേപ്പ് എന്നാണ്, ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ഷേപ്പാണ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ഹൈഡ്രോകോൺ അല്ലെങ്കിൽ മോഡീസ് സ്പ്രെഡിങ് ട്യൂബ്. ഓർത്തൊക്കെ സ്പ്രെഡായി പോകുന്ന ട്യൂബ് ഡ്രാഫ്റ്റ് ട്യൂബാണ്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് സ്പ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് സ്പ്രെഡായി രണ്ട് പാത്തിലേക്ക് സ്പ്രെഡായി പോവാണ് ഏരിയ വ്യത്യാസത്തിൽ. അപ്പോൾ മനസ്സിലാക്കുക, ഹൈഡ്രോകോൺ അല്ലെങ്കിൽ മോഡീസ് സ്പ്രെഡിങ് ട്യൂബാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഓക്കെ, അതിൽ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഫിഗർ വരയ്ക്കാനൊന്ന് പഠിക്കാം, വേണമെങ്കിൽ അതിൻ്റെ മറ്റേ എഫിഷ്യൻസി പഠിച്ചു വെക്കുക. ഇത് പിന്നെ കോണിക്കൽ ട്യൂബിൻ്റെ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് വേർഷൻ ആണെന്ന് മനസ്സിലാക്കാം. അത്രയും നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ 7 മാർക്കിനാകുമ്പോൾ നിങ്ങൾക്ക് 5 ടൈപ്പിൽ 5 ഫിഗറും വരയ്ക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 4 മാർക്ക് സേഫായി. പിന്നെ 3 മാർക്കിന് മാത്രം 5 ടൈപ്പിനെ കുറിച്ച് എഴുതാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്നിനെ കുറിച്ച് 1-2 പോയിന്റ്സ് മാക്സിമം മതിയായിരിക്കും. ഓക്കെ, അടുത്ത സിമ്പിൾ എൽബോ. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു കൂടെ സിമ്പിൾ. നമുക്ക് എൽബോ നമ്മൾ സാധാരണ പൈപ്പ് ഫിറ്റിങ്സിലൊക്കെ ഉപയോഗിക്കുന്ന എൽബോ എന്ന് പറയുന്നത് ഈ ഷേപ്പാണ് എൽബോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഇവിടെ എൽബോ എന്ന് പറയുമ്പോൾ ഉണ്ടോ ഈ ഷേപ്പ് എന്ന് ഓർത്ത് വെക്കുക. പുറത്ത് എക്സിറ്റ് വലിയ ഏരിയയും ഇൻലെറ്റ് ചെറിയ ഏരിയ ആയിരിക്കും. പിന്നെ എൽബോ എന്ന് പറയുമ്പോൾ ആ ഷേപ്പ് ഓർത്ത് വെക്കുക. ലാസ്റ്റ് വരുന്നത് എൽബോ ട്യൂബ് ഹാവ് ഇൻലെറ്റിലെ സർക്കുലർ പൊസിഷനും എക്സിറ്റിൽ റെക്ടാങ്കുലർ പൊസിഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പേര് പോലെ തന്നെ ഇൻലെറ്റിൽ സർക്കുലർ എക്സിറ്റിൽ റെക്ടാങ്കുലർ, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ 4 ടൈപ്പ് എന്ത് ചെയ്യുക, 4 ടൈപ്പ് വരച്ചാൽ തന്നെ 4 മാർക്കായി. പിന്നെ 3 മാർക്ക് എന്ത് ചെയ്യണം, ഓരോന്നിനും മിനിമം ഒരു പോയിന്റ് എന്ത് ചെയ്യുക, 4 പോയിന്റ് ആയാൽ മാക്സിമം 7 മാർക്കിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്മാർട്ട് വർക്ക് 1 മണിക്കൂർ 22 മിനിറ്റ് ആയി ക്ലാസ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 20 മിനിറ്റോളം എന്താണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പാസ്സാക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു പോയിണ്ടായിരിക്കാം. ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മൊഡ്യൂളിലെ ഒരു 19 മാർക്കിലധികം അല്ലേ, 19-20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കും, ഇതാണ് നമ്മൾ സ്മാർട്ട് വർക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. മാക്സിമം സ്കോർ ചെയ്യുക കുറഞ്ഞ സമയം കൊണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കണ്ടപ്പോൾ അവസാനം വരെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കണ്ടതിന് ആൾക്കാർ എന്ത് ചെയ്യാം, ഇനി കാണാത്ത ആരെങ്കിലും അവർ കാണാൻ പറയുക, കണ്ട ബെനിഫിറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ 4-5 ടോപ്പിക്കും പ്രധാനമായിട്ട് പഠിച്ചു വെച്ചു. നമുക്ക് 7 മാർക്കിന് ചോദിക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ എന്തായിരിക്കും, 7 മാർക്കും കിട്ടും, 3 മാർക്കും കിട്ടും, 1 മാർക്കും കിട്ടും. വേണമെങ്കിൽ നമുക്കത് ഇവിടുന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഇനി എന്ത് ചെയ്യുക, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. ഇനി നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയാം. പെട്ടെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ പറയാൻ പറ്റും. നോക്കാട്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ഡാഷ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം ദ എക്സിറ്റ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ. പല ആളുകൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഡാഷ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ. നമ്മൾ അവസാനം ഇപ്പോൾ പഠിച്ച ടോപ്പിക്കിലെ കാര്യം തന്നെയാണ്. ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു പൈപ്പിൻ്റെ പേരെന്നാണ് ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം ദ എക്സിറ്റ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ. റിയാക്ഷൻ ടർബൈൻ്റെ എക്സിറ്റിൽ നിന്നും വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയയുള്ള പൈപ്പിൻ്റെ പേരെന്താണ് അല്ലേ. എല്ലാവർക്കും ആൻസർ ഇട്ടുണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. നമുക്ക് 7 മാർക്കിന് പഠിച്ചു വെച്ചാൽ 1 മാർക്കിനും ആൻസർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ 1 മാർക്ക് അല്ലേ. വെറുതെ കിട്ടിയ മാർക്കാണ് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരിക്കും.
എക്സാം പാസ്സാകാനുള്ള പാസ്സാകാൻ പറ്റുന്നുള്ളൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ടായി. 1 മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നും കൂടി ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കഴിയുന്നത് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പഠിക്കുക, എന്നാലേ നമുക്ക് റിവൈസ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ദ ടോട്ടൽ എനർജി ഈസ് ഓൺലി കൈനറ്റിക് എനർജി ദ ടർബൈൻ ഈസ് ഞാൻ നേരത്തെ ആ ടോപ്പിക്ക് പഠിക്കുമ്പോഴേ പറഞ്ഞതായിരുന്നു ഇവിടെ നമുക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളത്. അല്ലേ, നോക്കുക. ഇഫ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ, ഒരു ടർബൈൻ്റെ ഇൻലെറ്റിൽ ദ ടോട്ടൽ എനർജി ഈസ് ഓൺലി കൈനറ്റിക് എനർജി. അല്ലേ, ടർബൈൻ്റെ ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി മാത്രമുള്ള ടർബൈൻ ഏതാണ്? നമ്മൾ ഓർമ്മ ഉണ്ടായിരിക്കും, പല ആളുകൾക്ക് ആൻസർ ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസർ ഇമ്പൾസ് ടർബൈൻ ആണ്. അല്ലെ, ഇമ്പൾസ് ടർബൈൻ്റെ ഇൻലെറ്റിൽ എന്താണ്, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൈനറ്റിക്കും പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ പ്രഷറും ഉണ്ടായി, കൈനറ്റിക് എനർജി പ്രഷർ എനർജി ഉണ്ടെങ്കിൽ നമുക്കതിനെ റിയാക്ഷൻ ടർബൈൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ 2 മാർക്കാണ് സിമ്പിളായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് നമുക്ക് ആലോചിച്ച് നോക്കും. 3ാമത്തെ മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ഗ്രീൻ കളറിൽ കാണുന്ന അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ എനർജി അവൈലബിൾ അറ്റ് ഇൻലെറ്റ് ഈസ് കൈനറ്റിക് ആൻഡ് പ്രഷർ എനർജി ദാറ്റ് ടർബൈൻ ഈസ് നോൺ ആസ് ഡാഷ് ടർബൈൻ. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത വേർഷൻ അല്ലേ, ഏതാണ്? നമ്മൾ ഓൾറെഡി അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, അതിൻ്റെ ആൻസറും പറഞ്ഞു. അതായത് ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി ഉണ്ട്, പ്രഷർ എനർജി ഉണ്ട്. ഏതാണ് ആൻസർ വരിക? അത് റിയാക്ഷൻ ടർബൈൻ ആണ്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് 1 മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. അതും ഓക്കെയാണ്, സേഫാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ആൻഡ് ഇൻവാർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. ഇൻവാർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ ഓർത്ത് നോക്കുക, നമ്മൾ പ്രധാനമായിട്ടും 3 ടർബൈൻ്റെ പേരാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അതായത് പെൽട്ടൺ വീലും ഫ്രാൻസിസ് ടർബൈനും പിന്നെ കപ്ലാൻ ടർബൈൻ. അപ്പോൾ ഓർത്ത് നോക്കുക, നമ്മുടെ പെൽട്ടൺ വീൽ ഏത് ടർബൈനായിരുന്നു, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് ഫ്ലോ അല്ലേ? പെൽട്ടൺ ടൺ 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 എന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. നമുക്ക് പറയാൻ പറ്റും ഇത് റേഡിയൽ ഫ്ലോ ആണ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുക, പെൽട്ടൺ വീൽ അല്ല ആൻസർ. നമുക്കങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആൻസേഴ്സിനെ നമുക്കിങ്ങനെ എന്ത് ചെയ്യുക, ഷാർപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റേഡിയൽ ഫ്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലേ, റേഡിയൽ ഡയറക്ഷനിൽ വരണം. അപ്പോൾ ആലോചിച്ച് നോക്കാം, നമ്മൾ അതിൻ്റെ ആനിമേഷൻ കണ്ടാൽ ഓർമ്മ ഉണ്ടാവും. വെള്ളം ഇങ്ങനെ കയറി ഗൈഡ് മൈൻസ് വഴി കയറി വന്ന് ടർബൈൻ തിരിച്ച് വെള്ളം താഴോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ റേഡിയൽ ഫ്ലോ ടർബൈൻ ശരിക്കും ഏതാണ്? ഫ്രാൻസിസ് ടർബൈൻ റേഡിയൽ ഫ്ലോ ടർബൈൻ ആണ് അല്ലേ. റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈൻ ആണ്. അതിൽ തന്നെ ഇൻവാർഡ് ഫ്ലോ ഉണ്ട്, ഔട്ട്വാർഡ് ഫ്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ ഇൻവാർഡിലേക്ക് വരുന്നത്, ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും ഇൻവാർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്നാണ്, അത് ഫ്രാൻസിസ് ടർബൈൻ ആണ് അല്ലേ. ഇനി കപ്ലാൻ ടർബൈൻ എപ്പോഴും ആൻസർ ആയിട്ട് വരിക, അത് മിക്സഡ് ഫ്ലോ, അത് ആക്സിയൽ ഫ്ലോ ടർബൈൻ ആണ് അല്ലേ. ആക്സിയൽ ഫ്ലോ, ആക്സിസിന് പാരലായിട്ട് വരുന്ന ഫ്ലോ ഉള്ള ടർബൈനാണ് ആക്സിയൽ ഫ്ലോ ടർബൈൻ. അപ്പോൾ ആക്സിയൽ ഫ്ലോ ടർബൈൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം, നമ്മളതിന് കപ്ലാൻ ടർബൈൻ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതും കിട്ടി തേർഡ് മൊഡ്യൂളിൽ. ഇനി സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ് ദ സ്യൂട്ടബിൾ ടർബൈനേഴ്സ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ നേരത്തെ വർക്കിംഗ് പറയുന്ന സമയത്ത് ഏറ്റവും ഹൈ ഹെഡ് വേണ്ടത് ഇമ്പൾസ് ടർബൈൻ ആയിട്ടുള്ള പെൽട്ടൺ വീലിനാണ്. ഓക്കെ, ഏറ്റവും ഹൈ ഹെഡ്, അതുപോലെ ലോ ഡിസ്ചാർജ് ആയിരിക്കും. ഹൈ ഹെഡും ലോ ഡിസ്ചാർജും വേണ്ടി വരിക പെൽട്ടൺ ടർബൈനാണ്. രണ്ടാമത്തെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ മീഡിയം ഹെഡും ആണെങ്കിൽ ഹൈ ഡിസ്ചാർജും. മീഡിയം ഹെഡും നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കട്ടോ, മീഡിയം ഹെഡും ഹൈ ഡിസ്ചാർജും വരുന്നത് ഫ്രാൻസിസ് ടർബൈനാണ്. ലാസ്റ്റ് വരുന്ന കപ്ലാൻ ആണെങ്കിൽ ലോ ഹെഡും, ശരിക്കും നമുക്ക് ഫ്രാൻസിസും കപ്ലാനും എന്ത് പറയാൻ കോമൺ ആയിട്ട് വേണമെങ്കിൽ ലോ ഹെഡ് എന്ന് പറയാൻ പറ്റും, ലോ ഹെഡും അതുപോലെ ഹൈ ഡിസ്ചാർജ് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയാം, അതായത് പെൽട്ടൺ വീല്, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക, പെൽട്ടൺ വീലാണ്. അതായത് ഹൈ ഹെഡും ലോ ഡിസ്ചാർജും ചോദിച്ചാൽ ശരിക്കും പെൽട്ടൺ വീലാണ്. ഇനി ലോ ഹെഡും നേരെ തിരിച്ച് ഹൈ ഡിസ്ചാർജ് ചോദിച്ചിരിക്കുന്ന ആൻസർ നമ്മുടെ കപ്ലാൻ ടർബൈൻ എന്ന് ഓർത്ത് വെക്കാം. ഇനി മീഡിയം ഹെഡും ഹൈ ഡിസ്ചാർജ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ആൻസർ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്, പക്ഷേ
ഞാൻ നേരത്തെ കാണിച്ചുള്ള ആ ഒരു നോട്ട്സിൽ ആ ഹൈ ഹെഡും ലോ ഹെഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റിനാണ് ഞാൻ വിട്ടുപോയി, ശ്രദ്ധിക്കുക. ഹൈ ഹെഡ് പറഞ്ഞാൽ ഡാമിൽ ഒരുപാട് ഹൈറ്റിൽ വെള്ളം, ടർബൈൻ ഒരുപാട് താഴെ ആയിരിക്കണം അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ പെൽട്ടൺ വീൽ അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. ഇതിന് ആൻസർ പെൽട്ടൺ വീലാണ്. നേരെ തിരിച്ച് ഹൈ ഹെഡിന് പകരം ലോ ഹെഡും ലോ ഡിസ്ചാർജിന് പകരം ഹൈ ഡിസ്ചാർജാണ് അതിൻ്റെ ആൻസർ. എന്താണ് അത്? കപ്ലാൻ ടർബൈൻ ആണ്. ഇതിന് ഇടയ്ക്കുള്ളത് മീഡിയം അല്ലേ, മീഡിയം ഹെഡും ഹൈ ഡിസ്ചാർജ് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? അത് ഫ്രാൻസ് ടർബൈൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ 2 ചോദിച്ചു, 2 ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സ്കിപ്പ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഓർമ്മ അല്ലേ. 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ 8 ചെയ്താൽ മതി അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ആ ഒരു ടർബൈൻ്റെ ഇതിൽ വരുന്ന ടോപ്പിക് തന്നെയാണ് യൂണിറ്റ് പവർ ഓഫ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മളത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നമുക്കത് പറയാം. പിന്നെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലേ ഔട്ട് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ, നേരത്തെ ഡാം വരയ്ക്കുക, പെൻ സ്റ്റോക്ക് വരയ്ക്കുക, നോസിൽ വരയ്ക്കുക, ടർബൈൻ വരയ്ക്കുക, മേലെ ജനറേറ്റർ വരയ്ക്കുക, പവർ ഹൗസ് വരയ്ക്കുക, ട്രാൻസ്മിഷൻ വരയ്ക്കുക, ട്രാൻസ്മിഷൻ ലൈൻസ് വരയ്ക്കുക. നമ്മുടെ 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഇത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തപ്പോൾ ഈ ടോപ്പിക് നമ്മൾ സ്കിപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ഒരു പ്രോബ്ലമാണ്. ഏതിലെ പ്രോബ്ലമാണ്? നമ്മൾ നേരെ സ്കിപ്പാക്കിയുള്ള ടോപ്പിക്കിലെ പ്രോബ്ലം. സോ നമുക്ക് ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ കഴിയില്ല. അത് പഠിച്ചാൽ എന്ത് ചെയ്യാം, അത് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കപ്ലാൻ ടർബൈൻ വിത്ത് നീറ്റ് സ്കെച്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് കപ്ലാൻ ടർബൈൻ വരച്ച് നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി അതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ ടർബൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ പഠിച്ചിട്ടില്ല, അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചുള്ളത് ഡ്രാഫ്റ്റ് ട്യൂബാണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോൾ നമുക്ക് ആ 4-5 ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബിന് ഫിഗറും വരയ്ക്കാം. മിനിമം ഓരോന്നിലും 1 പോയിൻ്റ് 2 പോയിൻ്റ് എഴുതി നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും നമ്മൾ സേഫാണ്, ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുള്ളത് ഗ്രീനിൽ കാണുന്ന അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. വിത്ത് എ നീറ്റ് സ്കെച്ച്. ഓക്കെ, വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ലേ ഔട്ട് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ലേ, അത് നമുക്കറിയാം, അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. ഇനി അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കുക. വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ പെൽട്ടൺ ടർബൈൻ. ഇതും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിൽ 2 അറിയാം, 2 നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ കപ്ലാൻ ടർബൈൻ. നമ്മൾ പഠിച്ചാണ്, കപ്ലാൻ ടർബൈൻ നമുക്ക് വരയ്ക്കാൻ അറിയാം. അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പഠിച്ച കാര്യമാണ്. അപ്പോൾ നമുക്കിതും ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 4 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിലൊന്നും ചെയ്താൽ മതി. നമുക്ക് ഇതിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, മിക്കവാറും പെൽട്ടൺ ടർബൈൻ വരയ്ക്കാനായിരിക്കും എളുപ്പമുണ്ടായിരിക്കാം, അതുപോലെ ക്ലാസിഫിക്കേഷൻ എഴുതാനായിരിക്കും എളുപ്പമുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ടൈം വെച്ച് നിങ്ങളുടെ ഒരു ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക, നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂറായി ക്ലാസ്. അത്യാവശ്യം മാക്സിമം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ പതുക്കെ തന്നെയാണ് പറഞ്ഞു പോയുള്ളത്. അതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർക്കുക, നമ്മൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല. ഇത് നമ്മൾ ചെയ്തത് എന്താണ്, വർക്ക് ഹാർഡല്ല, വർക്ക് സ്മാർട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ഒരു സൈഡ് മാത്രമേ പഠിച്ചുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു സൈഡ് പെർഫെക്റ്റ് ആയിരിക്കണം, മറ്റേ സൈഡ് കുറച്ച് നമ്മൾ വീക്കാണ്. സോ എന്ത് ചെയ്യുക, നമുക്കെന്തായാലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമ്മൾ സേഫാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.